ലീഗും ഇവരും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ? മുസ്ലിം ലീഗ് നേതാക്കളെ കൂട്ടിലടക്കുന്ന അനുയായികളില്ലാത്ത പാർട്ടിയാണ്. മുസ്ലിം ലീഗ് അനുയായികളെ കൂട്ടം തെറ്റിക്കാത്ത നേതാക്കളും ഇല്ലാത്ത പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. നമ്മളെ നിലപാടതാണ്. ഞാൻ എന്തിനാ അത് പറഞ്ഞതെന്നറിയാം? ആ ISS ആണ് പിന്നീട് രാഷ്ട്രീയ പാർട്ടിയായി PDP വന്നത്. ഉദയസൂര്യൻ ഒറ്റയടിക്ക് വോട്ട് മഷി പാടില്ല എന്ന് പറഞ്ഞ ആള് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അല്ലാണ്ട് ഈ മഴദിനേറ്റ് നമുക്കുള്ള വിരോധം എന്താ? രാഷ്ട്രീയക്കാരന്റെ വോട്ടിന്റെ മഷി കയ്യിൽ പുരളാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വോട്ടിന് പോയില്ല ആൾക്കാര് വോട്ടിന് പോയില്ലെങ്കിൽ BJPക്ക് സുഖായി, CPMന് സുഖായി. ആൾക്കാരായി അകറ്റരുതേ. പാണക്കാട്ടെ തങ്ങൾ അത് പറഞ്ഞു കൊടുക്കാൻ കുഞ്ഞാപ്പാനെ ചുമതലപ്പെടുത്തി കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുത്തവരോട് കാള പെറില്ല മക്കളെ എന്ന് പറഞ്ഞു കൊടുക്കാൻ മീനമാസത്തിലെ ചൂടും ഇടവ മാസത്തിലെ പേമാരിയും വൃശ്ചിക മാസത്തിലെ കൊടും തണുപ്പും വകവെക്കാതെ ഞങ്ങൾ ഓടി. അങ്ങനെ ആദ്യമൊക്കെ സലാത്ത് ദിക്റായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. പിന്നെ പോയി അവര് രാഷ്ട്രീയ പാർട്ടിയായിരുന്നു. അവര് തെരഞ്ഞെടുപ്പിൽ നിന്നു. നമ്മളറിയണം, ഒറ്റപ്പാലത്ത് അവരുടെ ശൈലി നമ്മൾ അനുഭവിച്ചു, ഗുരുവായൂരിൽ ആ ശൈലി നമ്മൾ അനുഭവിച്ചു. അതൊക്കെ കഴിഞ്ഞുപോയി. പിന്നെ അതിന്റെ ശേഷമാണ് പുതിയൊരു സംഘടന മറ്റൊന്ന്. മുസ്ലിം ലീഗ് ഇപ്പോഴും കോൺഗ്രസിലാണ് നിലനിൽക്കുന്നത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഈ കോൺഗ്രസ് ആണ് പള്ളി പൊളിയാൻ കാരണം. അവർ INL ആയി രൂപാന്തരപ്പെട്ടു. നമ്മൾ പറഞ്ഞു അല്ല, സോവിയറ്റ് റഷ്യ അടക്കം സമർക്കന്ദിൽ, ബുഖാറയിൽ ഇമാം ബുഖാരി തങ്ങളുടെ മണ്ണിൽ വരെ നൂറുകണക്കിന് പള്ളി കുളമാക്കിയവർ ആ കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ളവര്. അവരുടെ ലക്ഷ്യം വേറെ. പള്ളി പൊളിക്കൽ ഒരു നയമാണ് അവർക്ക്. പക്ഷേ പള്ളി പൊളിക്കൽ ഒരു നയമല്ല കോൺഗ്രസിന്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയെ കയ്യിലെടുത്ത അമ്മാനമാടാനുള്ള ഭൂരിപക്ഷം ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും നെഹ്റുവിനൊക്കെ കിട്ടിയെന്ന്. ഒരു ബില്ല് ഒറ്റക്ക് കൊടുന്ന ഒരു പ്രമാണി പോലെ എതിർക്കൂല. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഖാലിക്കായ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഇന്ത്യ രാജ്യത്ത് ഒരൊറ്റ മസ്ജിദ് ഉണ്ടാവില്ല. കോൺഗ്രസ് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ. അപ്പൊ കോൺഗ്രസ് വലുതായതുകൊണ്ടാണോ പള്ളി പൊളിഞ്ഞത്? നോ, BJP വലുതായതുകൊണ്ടാണ്. ആ BJPയെ ഇല്ലായ്മ ചെയ്യാൻ എന്താ പണി? കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണം. ആ ചിന്ത നമ്മൾ അന്നും ഇന്നും എന്നും പറഞ്ഞു. എന്നാ കമ്മ്യൂണിസ്റ്റേരാ ഒരു ചിലയിടത്ത് പറയും, ചിലയിടത്ത് പറയില്ല. ചിലയിടത്ത് പറയും, ചിലയിടത്ത് പറയില്ല. ഇപ്പൊ ഇങ്ങക്കും ഞങ്ങൾക്കും സഖാക്കളെ ഒരേ തൂക്ക 3 കിലോ. ET മുഹമ്മദ് ബഷീർ, അബ്ദുൽ സമദ് സമദാനി, നവാസ് ഗനി. ഞങ്ങൾക്ക് 3 MP മാർ, നിങ്ങൾക്കോ 3. ഞങ്ങളെ 3 അഭിമാനത്തിൻ്റെതാണ്. കോൺഗ്രസിന്റെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുള്ള 3. അത് 2ലുണ്ട്. കോൺഗ്രസിന് ക്ഷീണം വന്നാലും വരണമില്ലെങ്കിലും ഒപ്പം. എന്നാ നിങ്ങളെ 3 1 അഭിമാനത്തിന്റെ ആണ്. ഞാൻ മിനിഞ്ഞാന്ന് പോയ ആലപ്പുഴയിൽ ആരിഫ് ജയിച്ചത് കോൺഗ്രസിനെ തോൽപ്പിച്ച് LDFൽ നിന്ന്. എന്നാൽ 2 അപമാനത്തിൻ്റെതാണ്. തമിഴ്നാട്ടില് നല്ല കാറ്റും മഴയും വരണേന് മുമ്പ് അവിടെ നിന്ന് പോയി നോക്കണം. മതിലുമല പോസ്റ്റർ പോയിട്ടില്ലെങ്കിൽ കാണണം. അരിവാൾ ചുറ്റിക നക്ഷത്രം 2 MP മാരെ. ആ പോസ്റ്ററിൽ പുഞ്ചിരിച്ചിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. ആരാ അറിയോ? യെച്ചൂരി അല്ല, പിണറായി അല്ല. ആരാ അറിയോ? രാഹുലാണ്. രാഹുൽ എങ്ങനെ ഞങ്ങളെ പോളിറ്റ് ബ്യൂറോ മെമ്പറായത്? രാഹുൽ അവിടെ ഹലാലാണ്. രാഹുൽ അവിടെ ഇല്ലെങ്കിൽ കഥ കഴിഞ്ഞു. അറിയണം, ആവശ്യമുള്ളടത്ത്. അതാ ത്രിപുര നിങ്ങൾക്ക് ആവശ്യം, നിങ്ങളെ ആവശ്യമാണ്. ബംഗാൾ നിങ്ങളെ ആവശ്യമാണ്. എന്നാ ഡൽഹിയിൽ കണ്ടോ ആ കേജ്രിവാൾ കാട്ട് കള്ളന്റെ ഒപ്പം കൂടിയിട്ടപ്പോൾ എല്ലാ കളി? അല്ലെങ്കിൽ പിണറായി കണ്ടോ? പണ്ട് NT രാമറാവുവിന്റെ ഒപ്പമാണ് അത്തായം ഉണ്ടത്. ഇപ്പൊ അവിടെ ഉണ്ട് വേറൊരു ചങ്ങായി വന്നിട്ട് ആന്ധ്രയിൽ തന്നെ. അയാൾ ഈ തെലുങ്കാന വാദമൊക്കെ ഉന്നയിച്ച് വന്ന പിന്തിരിപ്പൻ. ആ പിന്തിരിപ്പന്റെ കൂട്ടത്തിൽ ഇയാളും ചേർന്ന് 4 മുഖ്യമന്ത്രിമാരും കൂടി യോഗം ചേരുകയാണ്. എന്നിട്ട് അവിടെ പോയിട്ട് പൂജ നടത്താൻ പിണറായി അതിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു കൊടുത്തു. ഇവിടെ ഈശ്വരനിൽ വിശ്വാസമില്ല, ശബരിമലയ്ക്ക് പോണതിനെ തടയാൻ, സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാത്തടത്ത് കൊണ്ടുപോവാൻ, അതിനൊക്കെ മുൻപില്. എന്നാലോ അവിടെ ഈ 4 ആളൊപ്പം നോക്കണങ്ങള്. എന്നാ സ്റ്റാലിൻ നിൽക്കുന്നിടത്ത് നിൽക്കുവോ? ഇല്ല, സ്റ്റാലിൻ നിൽക്കുന്നിടത്ത് നിൽക്കൂല. ഈ 3-4 ആൾക്കാരൊപ്പം. പിണറായി അതിൽക്കുണ്ട് ഇതിൽക്കുണ്ട്. വമാ ബൈനഹുമ അറിഞ്ഞില്ലേ? 2ന്റെയും കൂടി ഇടയില. മതേതര ചേരിയിലാണോ? ഓ പിന്നല്ലാതെ. എന്നാലോ കോൺഗ്രസിനെ എതിർക്കണ കൂട്ടത്തിലോ? പിന്നല്ലാതെ. 2ലുണ്ട്. ഇരട്ടച്ചങ്ക് തന്നെ അതിന്റെ മലയാളം. 2ലുണ്ട്. അത് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ PT മാഷ് 100 മീറ്റർ ഓട്ടത്തിന് 4 ആളെ നിർത്തി മാഷായി. എന്നിട്ട് റെഡി 1 2 3 വിസിലടിച്ചേക്ക് 3 ആൾ ഓടി, ഒരാൾ പാഞ്ഞില്ല.
അവനോട് ചോദിച്ചു ഈ എന്തേ പായാഞ്ഞത്? അവൻ പറഞ്ഞു ഞാൻ 4 ആണ്. കാരണം 1 2 3 അത് 3 പാഞ്ഞു. ഇയാൾ 4 ആണ്. ഇയാൾ അവിടെ നിന്നു. പിണറായി 4 ആണ്. ഇതിലൊന്നും പെടൂല. മൂപ്പര് വേറൊരു ശൈലിയാണ്. മൂപ്പര് പറയുന്നത് എന്താ? ഞാൻ ഊരിപ്പിടിച്ച വാളിന്റെ മുന്നിലൂടെ നടന്നു. എവിടെ? നിങ്ങളിപ്പോ ചെയ്യുന്ന പണി എന്താ? നിങ്ങൾ ചെയ്യുന്നത് CPI നേതാക്കന്മാര് പറഞ്ഞ പോലെ മുണ്ടെടുത്ത മോഡിയുടെ പണിയാണ്. ഞങ്ങൾ പറയുമ്പോഴാ രാഷ്ട്രീയ വിരോധമാകുക. CPI പറഞ്ഞു പട്ടാമ്പിയിലെ MLA ആയ മുഹസിന്റെ നേതാവ് കാനം രാജേന്ദ്രനും പന്ന്യൻ രവീന്ദ്രനും പറഞ്ഞു കഴിഞ്ഞു, ഇയാളെ ഈ പോക്ക് കണ്ടാൽ ഇയാൾ മുണ്ടെടുത്ത മോഡിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അനുഭവം കൊണ്ടാ പറയാ. കൂടെ കിടക്കണോനല്ലേ രാപ്പനി അറിയൂ. CPI പറഞ്ഞത്. നാളെ ഒരു പൊതുയോഗം വെച്ച് വിശദീകരിക്കോ? മറുപടി തരുമോ? ഞാൻ കേൾക്കാൻ താല്പര്യമുണ്ട്. എന്താ CPI അങ്ങനെ പറയാൻ കാരണം? അതങ്ങനെയാണ്. അതാണ് വസ്തുത. കാരണം എന്താണെന്നറിയോ? എല്ലാ കേന്ദ്ര ഏജൻസിമാരും വന്നിട്ട് ഇഷ്ടമില്ലാത്തവരെ മുഴുവൻ കൊണ്ടുപോവുകയാണ്. നിങ്ങൾ കണ്ടില്ലേ ആ D ശിവകുമാറിനെ, P ചിദംബരത്തിന്, എന്റെ രാഹുലിന് 56 മണിക്കൂർ, പ്രിയപ്പെട്ട സോണിയാജി ക്യാൻസർ രോഗിയാ, ആ പാവത്തെ കൊടും തണുപ്പിൽ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയി. എന്നാലോ ലാവ്ലിംഗ് കേസോ നല്ലൊരു ഏതുമല്ലേ, 374 കോടി ലൈഫ്, ചെറിയ സംഭവ, സ്വർണ്ണക്കടത്ത്, നയതന്ത്ര ചാനൽ വഴി എന്തെല്ലാം സബബുകളുണ്ട്, കാരണങ്ങളുണ്ട്, റീസൺസ് ഉണ്ട്. എന്താ അയാളെ പിടിക്കാത്ത? മാറ്റിയേക്കാണ്, കേസ് മാറ്റിയേക്ക്. ഒരു ബന്ധമില്ലേ, പിന്നെന്ത് കുന്താള്ളത്? ബന്ധമില്ലാഞ്ഞിട്ടാണോ? പഴയ പിണറായി ആണെങ്കിൽ എന്നോ കൂട്ടിലടച്ചു. എന്താ പിടിക്കാത്തത്? BJPക്ക് ചില മുറാദുകൾ ഹാസിലാകുന്നുണ്ട് കേരളത്തിൽ. MP ഇല്ല, MLA ഇല്ല, എല്ലാ മുറാദ് ഓടുന്നുണ്ട്. വിളിച്ചു പറഞ്ഞാൽ ഇയാളാണ് നടത്തി കൊടുക്കുക. പാലക്കാട് ജില്ലയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. സിറാജുന്നീസ എന്ന് കേൾക്കുമ്പോൾ ഒരു ക്രൂരന് നമുക്ക് ഓർമ്മ വരും. ഐ വാണ്ട് എ ഡെഡ് ബോഡി, എ ബ്ലാസ്റ്റഡ് മുസ്ലിം. ഒരു തെമ്മാടിയായ മുസ്ലിമിന്റെ മയ്യത്ത് ഞാൻ ആവശ്യപ്പെടുന്നു എന്ന് വയർലെസ്സിൽ പറഞ്ഞ ഉദ്യോഗസ്ഥനാ രമൺ ശ്രീവാസ്തവ. അയാൾ പെൻഷൻ പറ്റി വീട്ടിൽ പോയി കിടക്കേണ്ട ആളാണ്. അയാൾക്ക് ഹയാത്തിട്ട് കൊടുത്തിട്ട് അയാൾ ആരാന്നറിയോ? കേരളത്തിൽ ഉയർന്ന ശമ്പളം. ആരുടെ ഉപദേശകൻ? K സുരേന്ദ്രന്റെ അല്ല, കുമ്മനം രാജശേഖരന്റെ അല്ല, അറിയണം, V മുരളീധരന്റെ അല്ല, സഖാവ് പിണറായി വിജയന്റെ ക്രമസമാധാന രംഗത്തെ ഒരു അഡ്വൈസറാണ്, ഉപദേശകൻ. എങ്ങനെ വന്ന് പഴയ കാലാണങ്ങ മാർച്ചിസ്റ്റേര് സമ്മതിക്കോ? ഇപ്പൊ മാർച്ചിസ്റ്റ് പാർട്ടി ഹയാത്തിലില്ല കേരളത്തിൽ. പിണറായി ഫാൻസ് അസോസിയേഷൻ. അയാൾ എന്താ പറഞ്ഞത്? രാത്രിയാന്ന് പറഞ്ഞ രാത്രി, പകലാന്ന് പറഞ്ഞ പകല്. ഈ കണ്ട കുൽമാലിലൊക്കെ പെട്ടിട്ട് ആ മനുഷ്യരെന്താ പറഞ്ഞത് അതങ്ങ് വിശ്വസിക്കും. അയാൾ പറയും മടിയിൽ കനമില്ല. അപ്പൊ അനുയായികൾ പറയും ശരിയാണ്, മടിയിൽ എങ്ങനെ കനുണ്ടാവുക? ചെമ്പിലല്ലേ കൊണ്ടായത്? നാട്ടുകാർക്ക് അറിയുന്ന വിഷയല്ലേ, മടിയിൽ കനല്ല. അതാണ് പൗരത്വ വിഷയത്തിൽ യോഗി കഴിഞ്ഞാൽ BJP അല്ലാത്തൊരു ഗവൺമെന്റ്. സ്റ്റാലിനൊന്നൊരു കേസ് കൊടുത്തിട്ടില്ല, അടിച്ചു പയപ്പിച്ചു അവിടെ. എന്നാൽ പൗരത്വ വിഷയത്തില് BJP അല്ലാത്തൊരു ഗവൺമെന്റ് 500-ൽ പരം കേസെടുത്തിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലാ. അതും പറ്റിച്ചെടുത്തത്. N ശംസുദ്ദീൻ ചോദിച്ചു കേരളത്തിന്റെ നിയമസഭയിൽ, ഈ പൗരത്വ വിഷയത്തിൽ വല്ല കേസും നിലവിലുണ്ടോ? പൗരത്വ വിഷയത്തിൽ കേസെടുക്കുക എന്നത് നമ്മുടെ നയമേയല്ല. അത് പറഞ്ഞതിന്റെ 5-ാമത്തെ ദിവസം നാസർ ഫൈസി കൂടത്തായിയുടെ വാതിൽ വന്ന് മുട്ടുന്നു. ആര്? പോസ്റ്റ്മാന് സമൻസെത്തി. നാസർ ഫൈസി കൂടത്തായി തൊട്ട് ഹമീദ് വാണിയമ്പലം വരെ സമൻസ് കൈപ്പറ്റി. മാഹല്യ കമ്മിറ്റികൾക്കൊക്കെ വരും. അന്ന് ജാഥാടത്തിയവരൊക്കെ പിന്നെ സ്വകായിട്ട് ഇരിക്കണ്ട. മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പൊ അത് എടുക്കാത്തതിനൊരു കാരണമുണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞുണ്ട്. ഇപ്പൊ എടുക്കാത്തതിനൊരു കാരണമുണ്ട്. അതാണ് തന്ത്രപര പിണറായിയുടെ കളികളെല്ലാം അതീവ രഹസ്യമായിട്ടാണ്. ഷാപ്പിന്റെ എണ്ണം കുറക്കുക എന്നിട്ട് പുതിയത് ഇങ്ങനെ തുറക്കുക. എങ്ങനെ തുറന്നിട്ട് കുറക്കല്? അത് ലീക്ക് വിലാന്റെ വർജനം എന്നൊക്കെ പറയില്ല, അതാണത്. എന്തിനു വേണ്ടിയാണത്? ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത്. ഒരു നന്മയുടെ കൂടെയാണ്. ആ കമ്മ്യൂണിസ്റ്റുകാർ, ആ ഫാസിസ്റ്റുകൾ രാജ്യത്ത് അപകടം ചെയ്യുന്നു എന്നുള്ളത് ബോധ്യമാണ്. അവർക്ക് വളം വെച്ചു കൊടുക്കാനായി ചെറിയ ചെറിയ പാർട്ടികളൊക്കെ നിൽക്കുന്നത്. പണ്ടത്തെ കാലല്ല.
പണ്ട് ഇസ്ലാമിക ശരീഅത്തിനെ എതിർക്കുന്ന സമയത്ത് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് LDF-ലാ. ബാവാഹാജി കെ മൊയ്തീൻകുട്ടി എന്ന ബാവാഹാജി, സയ്യിദ് ഉമർ ബാഫക്കി തങ്ങള്, PM അബൂബക്കർ സാഹിബ്, KE സാഹിബ്, ഇവരൊക്കെ അപ്പുറത്തായിരുന്നു. പ്രിയപ്പെട്ട ET മുഹമ്മദ് ബഷീർ സാഹിബ് അപ്പുറത്തായിരുന്നു. അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് EMS നമ്പൂതിരിപ്പാട് ശരീഅത്തിനെ വളരെ മോശമായി പറഞ്ഞത്. ശരീഅത്തനുസരിച്ച് 2 പെണ്ണ് കെട്ടാൻ അള്ളാ പറഞ്ഞാൽ ആ അള്ളാ നമുക്ക് വേണ്ട. ഉടനെ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് യോഗം ചേർന്നു. എന്താ ശരീഅത്തുമ്മ തൊട്ടളിക്കണ്ട, നിങ്ങൾ വേറെന്ത് വർത്താനം പറഞ്ഞോളി. പിറ്റേ ദിവസം ദേശാഭിമാനി കാർട്ടൂൺ എഴുതി, തുറന്ന വാതിൽ, ആർക്കും പോകാൻ. തമാശ അറിഞ്ഞതാണ്, പക്ഷെ കാര്യായി. ഉടനെ യോഗം ചേർന്നു. വിളി വന്നു പാണക്കാട്ടേക്ക്. ഇനി ആലോചിക്കാനില്ല, ഞങ്ങൾ വിട്ടുപിരിയാണ്. അന്നുണ്ട് കോഴിക്കോട് ഒരു യോഗം ചേർന്നിട്ട് മുസ്ലിം ലീഗിന്റെ ലയന ചർച്ചയാണ് യോഗം. മാതൃഭൂമി കളിയാക്കി കാർട്ടൂൺ വരച്ചു. 2 ചേക്കോഴികൾ കൊത്തുവിടുകയാണ്. എന്നിട്ട് പറയാ മുസ്ലിം ലീഗുകളുടെ ലയന ചർച്ച. കോഴിക്കള് പറയാണ് നമുക്ക് വംശനാശം വരിക എന്നല്ലാതെ ഈ ചർച്ച അടുത്തൊന്നും തീരൂല. അതിന്റെ അർത്ഥം എന്താ? എന്നും കോഴി ബിരിയാണിയാ ഈ ചർച്ചയിൽ. അപ്പൊ ഈ കോയിനെ പിന്നെ ഇറക്കും. അപ്പൊ നമ്മളങ്ങനെയാണ് തീരും. എന്നാലും ചർച്ച അങ്ങനെ പോകുന്നതാണ്. ഈ ചേക്കോയി മറ്റേ ചേക്കോയിനോട് പറഞ്ഞു. പക്ഷെ അന്നത് തീരുമാനമായി. എന്താ ഉണ്ടായത്? ഒന്നിക്കാൻ തീരുമാനിച്ചു. അപ്പൊക്കെ എല്ലാ മഹലിലും 2ഉം 3ഉം ചേരിയായിരുന്നു. അഖിലേന്ത്യാ ലീഗർക്ക് ഒരു ഓഫീസ്, യൂണിയൻ ലീഗിന് വേറെ ഓഫീസ്. മഹലില് പ്രശ്നം, മദ്രസയില് പ്രശ്നം, ഇതെല്ലാം ഉണ്ടായിരുന്നു. 2 ടീമായി നിന്നപ്പോ എണ്ണയിട്ട യന്ത്രം കണക്ക് എല്ലാം ഒറ്റയടിക്ക് സുൽഹായി. ഒരൊറ്റ സ്വിച്ച് അമർത്തിയപ്പോ കോഴിക്കോട് ശിഹാബ് തങ്ങള്, സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളുണ്ട് കെട്ടിപ്പിടിച്ചു. എല്ലാം മറക്കുക, പൊറുക്കുക. പിന്നെ തർക്കം ഒന്നും വന്നില്ല. 2 ഭരണഘടനയും വേണ്ടെന്ന് വെച്ചു. നമുക്ക് ഇനി പുതിയതുണ്ടാക്കാം. പേരോ പത്രക്കാർ ചോദിച്ചു, ഞങ്ങളെ പഴയ പേര് എഴുതിക്കോളി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതന്നെ, വേറൊന്നും ഉണ്ടായില്ല. അന്ന് പ്രിയപ്പെട്ട മുനീർ ഒരു വർത്താനം പറഞ്ഞു. എന്റെ ബാപ്പ മരിക്കുന്നത് വരെ മഹാനായ CH ഒരുപാട് ശ്രമിച്ച് നടന്നില്ല. ഇത് ഇത്ര ഈസിയാക്കി തന്നത് EMS ആണ്. മുസ്ലിം ലീഗുകൾ ഒന്നിപ്പിച്ച EMS-ന് നന്ദി എന്ന് ആദ്യം പറഞ്ഞത് പ്രിയപ്പെട്ട ഡോക്ടർ മുനീർ സാഹിബാണ്. അന്നൊക്കെ ദീനായിരുന്നു വിഷയം. അന്ന് നന്മയുടെ ഭാഗത്തായിരുന്നു. അന്ന് ഇത്ര കുത്തിത്തിരിപ്പുണ്ടായിരുന്നില്ല. അന്ന് ഫിത്നയുടെ ടവർമ മര്യാദക്ക് റേഞ്ച് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നത് മാറി. ഇന്ന് വഖഫ് കൊളാക്കുകയാണ്, ഇതെല്ലാം ആക്കുക. എന്നാലും മാർച്ചിട്ട് പാർട്ടിക്ക് വോട്ട്. ഈ ചെറിയ ചെറിയ പാർട്ടിക്കാരെ പരിപാടിയൊക്കെ എന്താ? ഞാൻ ഈ മുതുതല പഞ്ചായത്തിൽ നിന്ന് പറയണോ? നിങ്ങളൊരു ഗൗരവപൂർവ്വം ആലോചിച്ച് നോക്കുക. അവരൊക്കെ പാർട്ടികളായി രൂപാന്തരപ്പെട്ട മുസ്ലിം ലീഗിന്റെ കോട്ടയിൽ മാത്രം മത്സരം. ഇവരുടെ മജീദ് ഫൈസി പാലാഴി ഏറെ നിന്നത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെയാണ്. എന്തിനാ അയാൾ വന്നത്? അദ്വാനിനെ എതിർക്കാൻ, വാജ്പേയിനെ എതിർക്കാൻ. അയാളെ എതിർക്കാൻ വന്നിട്ട് മത്സരിച്ചത് മുഴുവൻ മലപ്പുറത്താ. കണ്ടില്ലേ? പൂന്തുറ സിറാജ് മത്സരിച്ചത് എവിടെ? PDP-യുടെ പൊന്നാനിയിൽ. അപ്പൊ എന്താ പരിപാടി അല്ലേ? എന്താ പരിപാടി? ക്ഷീരമുള്ള പശുവിനകിട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. പാലല്ല, അങ്ങനെയുള്ള പശുവിന്റെ അകട്ടിൽ ഇങ്ങനെ പാടി കളിക്ക. പൊന്നാനിയിൽ എന്താണ് നമ്മൾ വിചാരിക്കും? പാലുടിക്കാനാ? പാവല്ല, അല്ല, ചോരന്നെ പ്രധാനം. അതായിരുന്നു. എന്നാ ഞങ്ങളതില് വിഡ്ഢികളായോ? ചെറിയ ചെറിയ സംഘടനകൾ അങ്ങനെ വന്നു. ഇന്നൊന്നുമില്ല. INL ഈ മാർച്ചിട്ട് പാർട്ടി എന്തെല്ലാം എതിർക്കുക. അന്ന് ശരീഅത്ത് പറഞ്ഞപ്പോ അഖിലേന്ത്യാ ലീഗ് വന്ന പോലെ ഈ INL ഒന്ന് ചിന്തിച്ചിക്കണം. എന്ത് ചിന്ത! ഞാൻ കഴിഞ്ഞ ദിവസം കാസർകോട്ടേക്ക് പോകുമ്പോ സക്കരിയ മന്ത്രി ഉണ്ടായിരുന്നു. INL-ന്റെ മന്ത്രി. ഞാൻ ദേവർകോവിൽ എക്സ്പ്രസിൽ വെച്ച്, ഈ നാഗർകോവിൽ എക്സ്പ്രസിൽ വെച്ച് ഞാൻ ദേവർകോവിലിനെ കണ്ടു. മക്കളെ, എനിക്കിങ്ങനെ തോന്നി, എന്ത് നിലപാടാണ് ഇതെന്ന് ചോദിക്കാൻ തോന്നി. എന്ത് പറയാനാ? ഒരു നിശ്ചയമില്ല ഒന്നിനും. വഖഫ് കൊളാക്കുക, എല്ലാം കൊളാക്കുക. ഈ വിഷയങ്ങളിൽ ഒന്നുമില്ല. എന്നിട്ട് ഇവര് സംഘടനകൾ രൂപീകരിക്കുമ്പോ പറഞ്ഞിരുന്ന എന്താ? രാഷ്ട്രീയല്ല. നോക്കൂ, ഈ SDPI അതുപോലെ NDF, PFI എന്ന് പറയുന്ന സംഘടനകളുടെ പിരിവ് അധികം നടക്കുന്നത് പള്ളിക്കലല്ലേ? അധികം വെള്ളിയാഴ്ച അല്ലേ? എത്ര നോട്ടീസ് അടിച്ചു. നമ്മളൊക്കെ വീട്ടിൽ വന്ന റമദാനിന് സക്കാത്തിന്റെ ഫണ്ടല്ലേ വാങ്ങിയത്? എന്തായിരുന്നു പറഞ്ഞിരുന്നത്? അത് ഞങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടിയാണ് അല്ലേ? അന്ന് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല. ഓർക്കുന്നുണ്ടോ? പിന്നെ കോഴിക്കോട് ഒരു സമ്മേളനം വെച്ചു. എന്താ സമ്മേളനം? ദേശീയ രാഷ്ട്രീയ സമ്മേളനം. അത് 1-ാം തീയതിയാണ്. 1-ാം തീയതി അവിടുന്ന് കണ്ട രാഷ്ട്രീയം തുടങ്ങിയത്.
എന്നിട്ടോ വോട്ടിന് നിൽക്കുമ്പോ നോമിനേഷൻ കൊടുക്കല്ലേ എങ്ങനെയൊന്നും കൊടുത്തില്ല, നമ്മളോടൊക്കെ ചോദിക്കും. വന്നിട്ട് എവിടെ ഒപ്പിടുക, എത്ര ആളാ പിന്തുണക്കുക, അതങ്ങനെ വോട്ട് എണ്ണണോടുത്ത് വന്നിട്ട് നടാടെ അളിയൻ വന്നിട്ട് വെട്ടിയോർക്കണായി. ഇതെന്താ ടൈഗർ ബാമ, അത് ദുബായി നിന്ന് ഇത് അവിടെ ഉണ്ടാ എന്ന് ചോദിക്കുന്ന പോലെ ബൂത്തിൽ വന്നിട്ട് എണ്ണണോടുത്ത് വന്നിട്ട്, കാരണം ഇതൊന്നും പഠിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എന്നിട്ടാണ് ഈ റൂട്ട് മാർച്ചും പരിപാടിയും എല്ലാം റിപ്പബ്ലിക്കിന് ഇതിനൊക്കെ വന്നത്. എന്താ ഉണ്ടായത് അറിയാം? ഈ ചിത്രം മുഴുവൻ മറ്റൊരാണ്ട് പ്രചരിപ്പിച്ചു RSS. ഇവിടെയുള്ള CD, ഇവിടെയുള്ള ഏർപ്പാട്, ഇവിടെയുള്ള വർത്താനം മുഴുവൻ UP-യിൽ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി. RSS അതുവരെ വാദം പിടിച്ച് കൊയഞ്ഞോനൊക്കെ നീറ്റ് തൈലം തേച്ച് ഉഷാറായി. ഇവരെന്ത് ചെയ്തത്? ഞാൻ അത്ഭുതത്തോടു കൂടി പറയാണ്, ഊസർ ഇപ്പോഴാണ് കാണേണ്ടത്. കാരണം അവനാന്റെ ആൾക്കാരെയാണ് കൊണ്ടുപോയത്, അവനാന്റെ ആൾക്കാരെ കൊണ്ടുപോയത്. എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ധൈര്യം പോരാ, ഞങ്ങളെ കണ്ട് പഠിക്കണ ഒരു വിഷയം വന്നാൽ ഓടി വരും. സ്വന്തം നേതാക്കന്മാർക്ക് ഒരു വിഷയം വന്നിട്ട് ഓടി വരാൻ കഴിഞ്ഞില്ല. എത്ര വല്യമ്മമാര് പോലീസ് സ്റ്റേഷന്റെ പുറത്ത് വന്നിരിക്കുകയായിരുന്നു. വല്യമാര് അപായം പറഞ്ഞിട്ടുണ്ട്, അത്താഴത്തിന്റെ നേരത്തെ സുബൈക്കും പോലീസ് സ്റ്റേഷനിൽ വിടണ്ടേ. ജനമഹാസമ്മേളന കോഴിക്കോട് വെച്ച്. എന്ത് ജനായിരുന്നു ആ ജനം? എവിടെ പോയി? ആ ഉശിരുള്ള വർത്താനം ഇവിടെ പോയി. പണ്ട് തമിഴൻ പറഞ്ഞു, ഞാൻ വിചാരിക്കുകയാണെങ്കിൽ പുലിനും പൊടിക്കും, ജീവമായാലും വിചാരിക്കൂല എന്ന പോലെ നല്ല ധൈര്യങ്ങൾ പറഞ്ഞു. വളരെ സങ്കടം തോന്നുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞു. നിങ്ങളുടെ ഓരോ നേതാക്കളെ ഓരോ സ്ഥലത്തുനിന്ന് അറസ്റ്റ്. ഞാൻ വിചാരിച്ചു എന്താ അറിയോ, പിറ്റേ ദിവസം ഇവിടെ ആകെ ബഹളയിക്കാരെന്ന. പോയോ കുടുങ്ങിന്നല്ലാതെ കുടിയിലിരിക്കണവനക്ക് എന്താണ്? കൊണ്ടുപോയാനെ സ്റ്റേഷനിൽ ഇരുത്തി ശ്വാസം മുട്ടലുള്ള കിണറ്റിൽ ഇറങ്ങിയായിരിക്കും. ശ്വാസം മുട്ടലുള്ള കിണറ്റിൽ ഇറങ്ങിയതാണല്ലോ. പോയോ കൊണ്ട് വരൂല. ചോദിക്കാൻ ചെന്നോ മുഴുവൻ കുടുങ്ങി. രക്ഷപ്പെടുത്താണ്ട് എന്ന് പറഞ്ഞിരുന്ന കേഡർമാരുണ്ടായിരുന്നു, ഓലെ പെണ്ണുങ്ങളുണ്ടായിരുന്നു, ലീഡർമാര്. അതും ഇല്ല. പോയതാരാ? വിളി വന്നത് എടുക്ക മുസ്ലിം ലീഗിന്റെ മൂത്താപ്പാക്ക്. കാരണം മുസ്ലിം ലീഗിന്റെ മൂത്താപ്പാക്ക് ധൈര്യം പറഞ്ഞു കൊടുത്ത എളാപ്പാന്റെ ചെക്കനായിരുന്നത്. ഓൻ കുടുങ്ങിയപ്പോ ഓൻ കണ്ട് വിളിച്ചാണ്. എന്താ കാര്യം? ആരോടാ കളിക്കുന്നത്? ഇന്ത്യൻ മിലിറ്ററിയോടോ RSSനോടോ? വർത്താൻ എല്ലാവർക്കും പറയാം. പക്ഷെ ഉശിരി വെപ്പിച്ചു. മാത്രല്ല അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാ പിന്നെ പിറ്റേ ദിവസം ഹർത്താൽ. അങ്ങനെ ഹർത്താൽ വന്ന എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ യൂത്ത് ലീഗിന്റെ പരിപാടി തിരുവനന്തപുരത്ത് നടന്നു. വളരെ ഭംഗിയായി കുഞ്ഞാപ്പ് പ്രസംഗിച്ചു, PMS സലാം പ്രസംഗിച്ചു. നേതാക്കളൊക്കെ സംസാരിച്ച് പിരിയുന്നൊരു ഘട്ടാണ്. അപ്പോഴാ കടയിൽ നിന്ന് ഏറി വരുന്നത് ആസൂത്രിതല്ലേ. ലീഗിന്റെ പരിപാടി ഭംഗിയാക്കി നടത്തി പിരിയുന്ന സമയത്ത് ഏറി വരികയാണ്. പിന്നല്ല അവിടെ ചിത്രം മാറുന്നത്. എന്താ ഫിറോസ് ചെയ്തത്? ഫിറോസ് അവിടെ ആ കുട്ടികളൊപ്പം നിൽക്കുകയാണ്. ഞങ്ങളെ വക്കീലും അവിടെ തന്നെ നിൽക്കുകയാണ്. ജാമ്യം കിട്ടിയിട്ടാ വരുള്ളൂ. അതിന്റെ കാര്യങ്ങളെ തീരുമാനിച്ചവരുള്ളൂ. ഇന്ന് നല്ല നല്ല റിപ്പോർട്ടുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രതിസന്ധിയിലൊപ്പം വേണം. ആളുകളെ നിരാശപ്പെടുത്താൻ എളുപ്പ. പ്രതീക്ഷ കൊടുക്കാൻ ഒരുപാട് പണിയുണ്ട്. പരിക്ക് പറ്റിയ കുട്ടികളെ രക്ഷപ്പെടുത്തണ്ടേ? ഇപ്പൊ എന്താണ്ടായത്? പോയി. കാരണം നമ്മൾ പറഞ്ഞു അധികാരം അവരെ കയ്യിലുണ്ട്, എന്തും ചെയ്യും. ഒത്തുകളിച്ചു. ഇടതുപക്ഷം ഒത്തുകളിക്കുന്നില്ലേ? ഒത്തുകളിയല്ലേ ഈ നടക്കുന്നത്? ഇപ്പൊ ഈ മുതുതല പഞ്ചായത്തിലൊക്കെ ലീഗിനെ തോൽപ്പിക്കാൻ ഇവർ തമ്മിൽ പരസ്പരം സഹായ സംഘമായി നീങ്ങിയിട്ടില്ലേ? ഇവരെന്താ ഈ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം? അങ്ങനെ ഒരു നേതാക്കളെ പിടിച്ചുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ മുസ്ലിം ലീഗ് എന്ന് പ്രതിഷേധ ജാഥ അടുത്ത എല്ലായിടത്തും. കാരണം കച്ചറളിച്ച എന്താ ഒന്നും കൂടി ഊക്കാവും, പ്രശ്നത്തേക്ക് പോകരുത്. അങ്ങനെ നിന്നാൽ ആ നേതാക്കന്മാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവർ ചെയ്ത പണി എന്താ? ജനമഹാസമ്മേളനം കോഴിക്കോട്. അതിന്റെ പിറ്റേ ദിവസം കിടക്കണ ആളെ തെരഞ്ഞു പിടിച്ച അറസ്റ്റ്. കേരളത്തിലെ പോലീസ്. നിങ്ങൾ സഹായിച്ചതല്ലേ ഇടതുമുന്നണിക്ക് അല്ലേ? എന്തുണ്ടായത്? അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോ നമ്മൾ വിചാരിച്ചു ഇവരൊക്കെ പോലീസ് സ്റ്റേഷനിൽ എത്തിയില്ല. എന്നാ ഈ പോയ സാധുക്കളെ വിവരം അറിയാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ചെയ്ത പൊട്ടപ്പോയത്തം നോക്കാൻ നിങ്ങൾ പിറ്റേ ദിവസം ഒരു ഹർത്താൽ. ഞാൻ ഹർത്താൽ നടത്തിയ എന്താ വേണ്ടത്? ഹർത്താൽ നടത്തിയ എന്ത് ചെയ്യുന്നറിയാം? എല്ലാരും കടക്കെ പൂട്ടി മുണ്ടാതിരുന്നാൽ കേരളം കനത്ത പ്രതിഷേധത്തിലാന്നല്ലേ അറിയാം. ദുഃഖം കനിഭവിച്ചിരിക്കല്ലേ, ഇതൊരു അനിഷ്ട സംഭവമല്ലേ എന്നല്ലേ കരുതുക. പകരം വരുന്ന KSRTCക്കൊക്കെ കുലു തക്ബീർ നിരത്തി എറിഞ്ഞു. അപ്പൊ എന്തായി? 2 ദിവസം കൂടി കേൾക്കുക തീരുമാനിച്ചു. അപ്പൊ എന്താ നിങ്ങൾക്ക് ആരായി ബുദ്ധി പറഞ്ഞു തരുന്നത്? കാര്യങ്ങൾ കൈവിട്ടു പോയില്ലേ? പോയി എന്ന് മാത്രല്ല, ഇപ്പൊ അവിടെ ഉള്ളവൻ പറഞ്ഞു കൊടുക്കണ പേരനുസരിച്ച്
നിരപരാധികൾ മുഴുവൻ വീടാണ് ജപ്തി ചെയ്യുന്നത്. വീടാ ജപ്തി ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ ആയുഷ്കാലത്തിൽ എത്ര അധ്വാനാന്നറിയോ? ഞാൻ തെക്കൻ കേരളം തൊട്ട് ഇതുവരെ കാസർഗോഡ് വരെ യാത്രയിൽ ഓരോ സമ്മേളനത്തിലും SDPIയുടെ പ്രവർത്തകർ രാജിവെക്കുകയാണ്. എന്താ കാരണം? എന്തിനായിരുന്നു ഇത് രൂപീകരിച്ച്? പ്രതിസന്ധിയിൽ താങ്ങാവണം. അല്ലെങ്കിൽ ഒരു നേതാവിന്റെ പ്രസംഗം കേട്ടില്ലേ നിങ്ങള്? എന്താ പ്രസംഗം? ജയിലിൽ പോകണോ നമ്മളെ പാർട്ടി ചേരി, മരിക്കണോ നമ്മളെ പാർട്ടി ചേരി, പിന്നെ കബറിൽ പോണോ നമ്മളെ പാർട്ടി. കബറിൽ പോണ എന്തിനാ മെമ്പർഷിപ്പ് എടുക്കണ? അയാത്തിട്ട് കിട്ടിയാ പോരെ. ജയിലിൽ പോകാൻ എന്തിനാ മെമ്പർഷിപ്പ്? നല്ലൊരു ദുൽമുണ്ടാക്കിയാ പോരെ. മരിക്കണോ? മരിക്കാൻ ജീവൻ ഉണ്ടായാ കിട്ടും. മരണം മരിക്കണോ എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ കുറെ ആൾക്കാര് ഒരു വേല സ്ഥലം അല്ല പൂരം നടക്കുകയാണ്. മാഷേ, ഒരു പൂരം നടക്കുകയാണ്. വരിയും കടന്നു വരിയും മരിക്കി, എല്ലാരും മരിക്കും തന്നെ. ആരോടോ വൈക്ക് വരിക? ഓ ഇട്ടെറിഞ്ഞ് പാവൂല. ഇനി വേലക്കില്ല, പൂരത്തിനില്ല. ജീവിതം കൊടുക്കാൻ കഴിയണം. ജീവിതം കൊടുക്കാൻ കഴിയണം. ഇപ്പൊ ഇന്നിവിടെ ഒരു ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യുമ്പോ അതിന്റെ ഓണറോട് പറയാണ്, നിങ്ങൾ അവസാനം അയാൾ എന്ത് കച്ചവടം അവിടെ നടത്തുക? അയാളെല്ലാ പ്രതീക്ഷയും പോയില്ലേ? അയാൾ ആ ഉദ്ഘാടനം കഴിഞ്ഞേക്ക് കിട്ടിയ വണ്ടിക്ക് പേരെ പോയി കവുന്നെടുക്കൂലേ? കാരണം എന്താ? ആ ചെങ്ങായിയുടെ വർത്താനം ആ കൊളാക്കി കയ്യും കാലും കൊഞ്ഞെന്നറിയാം. പ്രതീക്ഷ വേണം. എന്താ പ്രതീക്ഷ? ഒരു തറക്കല്ലിടുമ്പോ ഒരു പ്രതീക്ഷ ഉണ്ട്. അതെന്താ? ഇവിടെ ഒരു ബിൽഡിംഗ് വരും, അതിന് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാവും, അതിന് അഡ്വാൻസ് 2 ലക്ഷം രൂപ വാങ്ങാം, അതിന്റെ റെന്റ് ഒരു 10,000 റുപ്യ കിട്ടും, അതിന്റെ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും കൊടുക്കാം, അതിറ്റൊരു കാർ ഉണ്ടാക്കാം, വാങ്ങാം, ഇങ്ങനെ കുട്ടിനെ കെട്ടിക്ക, നല്ല മണ്ഡപത്തിൽ ഗാനമേള ഉണ്ടാക്ക. എന്തൊക്കെ സ്വപ്നം ഉണ്ടാവും. ഒരു സ്കൂളിൽ പോണവനോട് മരിക്കാനുണ്ടോന്ന് ചോദിച്ചാൽ ഓണ്ടടോ ബുക്കേറ്റ് പോവുക. ഓൻ 1ാം ക്ലാസ്സിൽ ചേർക്കുമ്പോ തന്നെ കണ്ടില്ലേ, എന്നെ പഠിപ്പിച്ച ഉസ്താദ്മാർ എന്നോട് പറയലുണ്ട്, മദ്രസ കുട്ടികളെ സിയാർത്ത് കൊണ്ടുപോയതിനെ പറ്റിയിട്ട്. ഉസ്താദ് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു, എന്റെ വക അല്ലട്ടാ, ഞാൻ അതൊരു വിവാദമാക്കണ്ട. കാരണം എന്തു പറഞ്ഞാലും വിവാദം. എന്താ ഉസ്താദ് പറഞ്ഞെന്താ അറിയാം? കുട്ടികൾ ജീവിച്ച് വരികയാണ്. നല്ലൊരു മുത്തലക്കായ എനിക്ക് ദർസിൽ ഓതിത്തന്ന ഉസ്താദ് പറയാം. ഇപ്പൊ ഈ ലീവൊക്കെ വരുമ്പോ ഈ നന്ന ചെറിയ മക്കളെ കൊണ്ടുവരുന്നത്. കാരണം അവർ ജീവിച്ച് നാമ്പെടുക്കുകയാണ്. അവർക്ക് ഈ ലോകത്തെ ജീവിതത്തെ കുറിച്ച് പറയണം, സ്വർഗത്തെ കുറിച്ച് പറയണം. അപ്പോഴേ പ്രതീക്ഷ വരുള്ളൂ. ഇത് ഖബറാണ്, അവിടെ ശിക്ഷതാണ്, അതാണെന്ന് പറയുമ്പോൾ കുട്ടികളെ മൈൻഡ് ഡൗൺ ആവുന്ന. അത് നല്ല പഠിച്ച ആളാ. കാരണം അതൊക്കെ ഒരു നിശ്ചിത പ്രായം എത്തിക്കഴിഞ്ഞിട്ടാണ് കുട്ടികളോട് ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു കൊടുക്കേണ്ടതെന്ന് അവസ്ഥ പറഞ്ഞത്. വളരെ സത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെയല്ല, നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ മരണം അവിടുത്തെ കാര്യം പറയുമ്പോ കുട്ടി ആകെ നിരാശയില് കൊടുമുടിയിലായി പോകും. അത് പറ്റൂലല്ലോ. പ്രതീക്ഷ കൊടുക്കണം. അതല്ലേ ചെടി നടുന്ന ഒരുത്തനോട് പറഞ്ഞത്, നാളെയാണ് ഖിയാമത്ത് നാൾ എന്ന് അറിഞ്ഞാലും നീ അത് നട്ടു വളർത്തണം എന്നാണ്. നാളെ വെള്ളിയാഴ്ച ഖിയാമത്ത് നാൾ എന്ന് പറയുമ്പോ, വെള്ളിയാഴ്ച അല്ല ഖിയാമത്ത് നാൾ ഉണ്ടാകുക, ആ വെള്ളിയിലാണ് ഖിയാമത്ത് നാൾ എന്ന് പറയുമ്പോ വ്യാഴത്തിലാണ് ഇത് നടുന്നത് എങ്കിൽ നീ അത് നാളെ ഖിയാമത്ത് നാളല്ലേ, ഞാൻ ചിക്കി പരത്തി കീടെടുത്തണ്ട, അവിടെ തന്നെ നിന്നിട്ട് അതിനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതാ പ്രതീക്ഷ. അതാ പ്രതീക്ഷ. മുസ്ലിം ലീഗ് പ്രതീക്ഷയാണ് കൊടുത്തത്. റേഷൻ ഷാപ്പ് ചോദിച്ച് തിരുവനന്തപുരത്ത് വന്ന് വണ്ടി ഇറങ്ങിയാർക്കൊക്കെ അവരുടെ ചാക്കിൽ LP സ്കൂൾ കൊടുത്ത് തിരിച്ചയച്ചു. നമ്മുടെ നാട്ടിൽ നോക്കൂ, LP സ്കൂൾ അലിഫ് എന്നെഴുതി, റാ എന്നെഴുതി, അറ എന്ന് വായിച്ച് അറഅയ്തല്ലദി ഓതി പഠിക്കാനുള്ള മദ്രസകൾ, ബാഫഖിത്തങ്ങൾ കരുണയുള്ള കരുണാകരന്റെ കരുണ പ്രതീക്ഷിക്കുന്നു. തൊപ്പി നീട്ടിക്കാട്ടി പിരിച്ചു. സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, കോളേജ്, സംരംഭങ്ങൾ. അതാണ് ഏർപ്പാടുകളൊക്കെ വേണം. മരിക്കാൻ ദിന പാർട്ടി, മരിക്കാൻ ദിന മീറ്റിംഗ്, മരിക്കാൻ വെറുതെ അങ്ങനെ നടന്നാൽ മതി. വെറുതെ നടന്നാൽ മരിക്കും. അതിലെല്ലാ കാര്യം ജീവിതം, പ്രതീക്ഷ. അതല്ലേ നിക്കായിനിരിക്കുമ്പോ വിളിച്ചാലും പാഞ്ഞു വരണം. നിക്കായിനെടുക്കുമ്പോ അങ്ങനത്തെ ഒരു ഘട്ടം വന്നാൽ അത് ഏത് കാലത്താ, ഏത് സംഭവത്തിലാ? പഠിച്ചിട്ടുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടോ? ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ? ജിഹാദ് ജിഹാദ് എന്ന് പറഞ്ഞ വെറും വാളെടുക്കലല്ല. യുദ്ധം കഴിഞ്ഞ് വന്ന ആരംഭ റസൂൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാ ചോദിച്ചത്, സഹാബ നിങ്ങൾക്ക് അറിയോ ഇഞ്ഞാണ് മെയിൻ യുദ്ധം, ഇഞ്ഞു നബി യുദ്ധം, അത് കഴിഞ്ഞിട്ട് അതെ ഇനി സ്വന്തം നഫ്സിനോടുള്ള യുദ്ധമാണ്. ആരാ ശത്രു? ആരാ ശത്രു? അച്യുതാനന്ദനല്ല, പിണറായി അല്ല, മോഡിയല്ല, എല്ലാരും ശത്രുണ്ട്. അത് പിശാച്ചാണ്. പിശാച്ചിനോടുള്ള യുദ്ധം. പിന്നെ വലിയൊരു യുദ്ധമുണ്ട്, അഫ്ളലുൽ ജിഹാദ്, യുദ്ധത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ യുദ്ധം. അതെന്താ? പൗരത്വ വിഷയം രാജ്യത്ത് കൊടുമ്പിരികൊള്ള ചർച്ച നടക്കുമ്പോ കുറഞ്ഞ സമയം എന്റെ കുഞ്ഞാപ്പ ഇന്ത്യൻ പാർലമെന്റിൽ
മോഡി കണ്ട് നീറ്റ് വർത്താനം പറയാ. ആ സമയത്ത് അയാളെ സഹായിക്കാൻ വന്ന ആളാരാ? കൊല കൊമ്പൻ അമിത്ഷാ. വിരല് ചൂണ്ടി. ഏറനാടിന്റെ പുലിക്കുട്ടി, മലബാറിന്റെ സിംഹക്കുട്ടി, പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പ എണീറ്റ് ഇതുപോലെ അങ്ങോട്ടും ചൂണ്ടി. അഫ്ളലുൽ ജിഹാദി കലിമത്തു അദ്ലിൻ ഇൻദ സുൽത്താനിൻ ജാഹിരി. അക്രമിയായ ഭരണാധികാരിയുടെ അടുക്കലുള്ള നീതിപൂർവമായ വാക്ക്. ഔ എന്റെ കുഞ്ഞാപ്പ ആ യുദ്ധം നടത്തി. അതൊക്കെയാണ് യുദ്ധം. അല്ലാതെ യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടാൻ പാടില്ലല്ലോ. അവിടെ നിരോധിക്കണമെന്ന് കേട്ടവിടെ പിരിച്ചുവിടലല്ല, പിടിച്ചിക്കലായി ചെയ്യണ്ട്. മുസ്ലിം ലീഗ് പിരിച്ചുവിടാൻ വേണ്ടി വന്നിരുന്നു. നിങ്ങൾ പഠിച്ചോളി. മുതലാളിമാര് പത്രത്തിൽ പരസ്യം കൊടുക്കുക, ഞാൻ അതിലില്ലട്ടോ. ആ സമയത്ത് പാണക്കാട് പടി കയറി വന്നു. ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് പോലീസ് പൂക്കോയ എന്താ വർത്താനം? സുഖാണ്. ലീഗ് വേണോ? വീട് വേണോ? ലീഗ് മതി മക്കളെ. അങ്ങനെയാണെങ്കിൽ ജയിലിൽ പോവുക. കയ്യാമ വെക്ക. നീട്ടുകൈ. പ്രിയപ്പെട്ട പൂക്കോയ കുട്ടി പറഞ്ഞത് എന്താ അറിയാം? നിങ്ങൾ തരുന്ന ജയിലറ ഞാൻ മണിയറയായി സ്വീകരിക്കാം. നിങ്ങൾ തരുന്ന കയ്യാമ ഞാൻ പൂമാലയായി സ്വീകരിക്കാം. പക്ഷേ വിടുന്ന പ്രശ്നമില്ല. ഞാൻ തീ തന്നെ ആ നടത്തിക്കൊണ്ടുപോകുമ്പോ പടി ഇറങ്ങുമ്പോ സ്വകാര്യം ചോദിച്ചില്ലേ പോലീസുകാര്? അല്ല എന്നാ പിന്നെ ഇപ്പൊ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഒന്ന് പറഞ്ഞൂടെ? അതിന്ന് ഒഴിവഹിക്കണം ഒന്ന് പറഞ്ഞൂടെ? എന്റെ പൂക്കോയ തങ്ങളെ ഷിഹാബ് തങ്ങളെ പാന്റെ കഥയാണ് ഞാൻ ഈ പറഞ്ഞത്. സ്വാദിഖ് അലി തങ്ങളെ വാപ്പാന്റെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. പൂക്കോയ ലീഗ് വേണോ? വീട് വേണോ? ലീഗ് മതി എന്ന് പറഞ്ഞ കാരണത്താൽ പുതിയ ജയിലിൽ പോയി കിടന്നു. പൂക്കോയ തങ്ങൾ കുപ്പായിടാതെ കിടന്നു ജയിലിൽ പോയത് എങ്ങനെ അറിയാം? പിരിച്ചുവിട്ടിട്ട് ജയിലിൽ പോക്കല്ല, പിടിച്ചു നിന്ന് ജയിലിൽ പോയി. ലീഗിന്റെ പതാക പിടിച്ച കാരണത്താൽ പോകുന്നുവെങ്കിൽ ആ ജയിലറ മണിയറ എന്ന് പറഞ്ഞ അവിടെ കിടന്നപ്പോ നീലാംബ്ര മരക്കാരാജി ഒരു ദിവസം കാണാൻ പോയി പൂക്കോയ തങ്ങൾ. അസ്സലാമു അലൈക്കും തങ്ങൾ പാപ്പ സുഖല്ലേ? തങ്ങളെ കോലം കണ്ട് മരക്കാരാജി കരഞ്ഞു. പൂക്കോയ തങ്ങൾ എന്നാ ആലോചിക്കാൻ പറ്റൂടോ? സ്വാദിഖ് അലി തങ്ങളെ ഹൈദരലി തങ്ങളെ അറസ്റ്റ് ചെയ്യണ്ടെന്ന് കേട്ടാ ഞാൻ ഇവിടെ കൊങ്ങള് നിൽക്കും. ഈ അനുയായികൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? എന്തിനാ? കണ്ടില്ലേ നീലാംബ്ര മരക്കാരാജി ഒരു ലേഖനത്തിൽ എഴുതി, പൂക്കോയക്കുട്ടി തിരിഞ്ഞു നടക്കുമ്പോ പുറത്ത് രക്തം പൊട്ടിയത് കണ്ട് എനിക്ക് എന്റെ കരച്ചിൽ അടക്കാൻ കഴിഞ്ഞില്ല. പൂക്കോയ തങ്ങളെ പുറം പൊട്ടിയിറങ്ങും. ജയിലിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അഹമ്മദ് ഉണ്ണി കാളാച്ചാൽ. എൻ്റെ പൊന്നാനി MES കോളേജിലെ സീനിയർ മോസ്റ്റാണ്, പ്രിയപ്പെട്ട MSFന്റെ പ്രസിഡന്റ്. ഞാൻ അന്ന് അവിടെ സംസാരിച്ച് ക്ലാസ്സിൽ നടക്കുന്ന ഒരു സമയം ആ അഹമ്മദ് ഉണ്ണി ജയിലിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോ ഒരു മനുഷ്യൻ പറയാ, നിരപരാധികൾ കുറെ ഉണ്ടാവുമല്ലോ ജയിലില്, പലരും കൊണ്ടേ ഇടുമല്ലോ അവിടെ. ആള് പറയാണ്, ഞാൻ ഇവിടെ തന്നെ നിസ്കരിക്കല്. ഓരോ അവിടെ പിന്നെ അവിടെ തന്നെ നിസ്കരിച്ചപ്പോ അഹമ്മദ് ഉണ്ണി ചോദിച്ചു, എന്താണ് ഇത്ര പ്രത്യേകത? അത് എന്നോടൊരാൾ പറഞ്ഞു, പൂക്കോയ തങ്ങൾ നിസ്കരിച്ച സ്ഥലം അവിടെയാണ് അയാൾ പോയിട്ട് എപ്പോഴും നിസ്കരിക്കുക. സന്തോഷത്തിന് ഉണ്ടോ? ജയിലിൽ പോകുമ്പോ അഭിമാനത്തോടുകൂടിയാ പോകേണ്ടത്. അവിടെ അങ്ങനെ വരുമ്പോ നിരാശപ്പെടുത്തല. ഈ ഇരിക്കുന്ന ആൾക്കാരെ നിരാശപ്പെടുത്തി പറഞ്ഞേക്കാൻ എനിക്ക് കഴിയും, പേടിപ്പിക്കാൻ എനിക്ക് കഴിയും, പ്രതീക്ഷ കൊടുക്കണം. പാട്ട് പാടാൻ അയച്ചിരുന്നില്ല ലീഗ്, നിരാശപ്പെടുത്തുന്ന പാട്ട്. തളിപ്പറമ്പിലെ മുസ്ലിം ലീഗ് സമ്മേളനം കേട്ടോളി. ഞാൻ മിനിഞ്ഞാന്ന് പ്രസംഗിച്ചത് അവിടെ. തളിപ്പറമ്പിലെ മുസ്ലിം ലീഗ് സമ്മേളനം മഹാനായ CH ഉള്ള കാലം, മഹാനായ ബാഫഖി തങ്ങൾ മക്കയിൽ മരണപ്പെട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ആ സമ്മേളനം. ആ സമ്മേളനത്തിൽ വരേണ്ട ആളായിരുന്നു സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ. ഒരു കാലഘട്ടത്തിന്റെ കുത്തുബും വലിയുമായി ജീവിച്ച് ഇന്ന് പരിശുദ്ധമായ ജന്നത്തുൽ മുഹല്ലയിൽ മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹായുടെ ചാരേ കിടന്നുറങ്ങുന്ന എൻ്റെ പൊന്നു ബാഫഖി തങ്ങൾ തന്റെ 26ാമത്തെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹജ്ജിന്റെ വേളയിൽ പ്രിയപ്പെട്ട KE സാഹിബിനോട്, KE ഈ തവണ താങ്കൾ ഒറ്റക്ക് തിരിച്ചു പോകേണ്ടി വരുന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് കടുത്ത പനിയിലും നിസ്കാരം ഒഴിവാക്കാതെ പരിശുദ്ധമായ ഹറമിൽ ചെന്ന മഹാനായ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ ഇന്ന് അവിടെയാ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആ ബാഫഖി തങ്ങൾ മരിച്ച് 15ാം ദിവസം സമ്മേളനം തളിപ്പറമ്പില്. ആ സമ്മേളനത്തിൽ ബാഫഖി തങ്ങളെ പറ്റി കെട്ടിക്കൂട്ടിയുണ്ടാക്കിയ ഒരു പാട്ട് KT സത്താറാ പാടിയത്. KT സത്താർ പാട്ട് പാടി, ബാഫഖി തങ്ങൾ പോയി മറഞ്ഞു. ഇനി നമുക്ക് ആരാ ഉള്ളത്? ഈ നാട് യതീമായി എന്നാണ് അതിന്റെ വരികള്. പൊന്നു മക്കളെ, ആ പാട്ട് കേട്ടപ്പോ ആൾക്കാരൊക്കെ ഈ ഇരുത്തം, ചിലരൊക്കെ കണ്ണീര് തുടക്കലുറങ്ങി, ചില ആൾക്കാർ ഈ ഇരുത്തം.
CH ഉണ്ട് വേദിയിൽ. പാട്ട് കഴിഞ്ഞ് പാടിയ സത്താറിനെ വിളിച്ചു. എന്താ പറഞ്ഞേ അറിയോ? ആരാധേ എഴുതിയോ? ഞാൻ തന്നെ. നിങ്ങൾ തന്നെ ഇത് പാടിയതും? അതെ. ആദ്യമായിട്ട് പാടുക? അതെ. ഇനി മേലിൽ ഇത് എവിടെയും പാടരുത്. KT സത്താർ, ഞാൻ ഈ വിവരം ഞാൻ പ്രസംഗിച്ചു, ഞാൻ ഈ വാക്ക് പ്രസംഗിച്ചു. എന്നോട് കാരണവന്മാരായ മുസ്ലിം ലീഗിന്റെ പല ആളുകളും അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കായംകുളത്ത് ചെന്നപ്പോ എനിക്ക് അവിടുത്തെ MSM കോളേജ് കാണിച്ചു തന്നു. കുറെ കാലത്തിന് ശേഷം SFIയുടെ 47 കൊല്ലത്തെ കുത്തക തകർത്തിട്ടാണ് MSF അവിടെ ജയിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു. MSM കോളേജ് എന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചത് ആരെ കോളേജാ, എന്താ സംഭവം എന്നറിയാം? എന്താ പേര് അറിയാം? മീലാദി ഷെരീഫ് മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. നബിദിനത്തിന്റെ പേരല്ലേ മീലാദി ഷെരീഫ്. നമ്മളിപ്പോ ഇങ്ങനെ കോളേജിൽ സീറ്റ് കാണാം. എവിടെ? തിരൂര്. തിരൂര് ഏത് കോളേജാ? പോളിയില്. ഏത് പോളി? SS അല്ല, സീതി സാഹിബ് മെമ്മോറിയൽ. അതാണ് ഫുള്ള് പറയണം. ഈ എവിടെ പഠിച്ച്? ഞാൻ തിരുരങ്ങാടിയില്. ഏത് കോളേജില്? അവിടുത്തെ ഗവൺമെന്റ് കോളേജ്. ഗവൺമെന്റ് കോളേജാ? ആ. ഏതാ പേര്? PSMO. നോ. എന്താ? പോക്കർ സാഹിബ് മെമ്മോറിയൽ ഓർഫനേജ്. കണ്ടോ? ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. അതാണ്. ഇപ്പതാ തിരുരങ്ങാടിയിലെ പോളി ഔക്കാദർ കുട്ടി നഹ മെമ്മോറിയൽ AKN എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അതിപ്പോ ഈ ഗവൺമെന്റ് കോളേജ് മാത്രമാക്കിക്കണം. BJP മാത്രല്ല, ഇവരും കട്ടിയുണ്ട് പലതും. ചുള്ളിവില് ഭയങ്കര കള്ളന്മാർ. നമ്മൾ വിചാരിക്കണല്ല. BJPയുടെ കാര്യം ചർച്ച ചെയ്യേണ്ട, അത് തീരുമാനമായി. അത് വിഷാന്ന് നമുക്ക് ഉറപ്പാ. പക്ഷെ ഇതെന്താ അറിയാം? ഇത് ഗ്രീഷ്മ കഷായ. ഏത്? കമ്മ്യൂണിസം. അറിയോ? കാമുകന് കൊടുത്ത ഗ്രീഷ്മ കഷായം ഉണ്ടല്ലോ, അതെന്തിനാ? കഷായം കുടിക്കുമ്പോ അവന്റെ റാഹത്തുള്ളൊരു കൈവാങ്ങലായിരുന്നു. എന്തിനാ വാങ്ങിയത്? കഷായം കുടിക്കുമ്പോ റാഹത്ത് കിട്ടുവച്ചിട്ട്. ഒടുക്കത്തെ റാഹത്തായിരുന്നു. കഴിഞ്ഞ്. കമ്മ്യൂണിസത്തിന്റെ അപകടം നമ്മൾ മനസ്സിലാക്കണം. അതാണ്. മോഡിക്കൊരു നെയ്യത്തുണ്ട്, ഇയാൾക്കൊരു നെയ്യത്തുണ്ട്. ഞാൻ മറ്റൊരു പറഞ്ഞിട്ട് ഇത് പറയാ. ആ പാട്ട് പാടിയ KT സത്താറിനെ നിരുത്സാഹപ്പെടുത്തി. ഈ വിഷയം ഞാൻ ഇപ്പൊ പ്രസംഗിച്ചു. ഇതറിഞ്ഞ് KT സത്താർ എന്നെ വിളിച്ചു. ഞാൻ അയാൾ ജീവിച്ചിരിക്കേണ്ട അറിയില്ലായിരുന്നു. അദ്ദേഹം പാണക്കാട്ട് തന്നെ വിളിച്ചത്. കരഞ്ഞോണ്ടാ സംസാരിച്ചത്. മഹാത്ഭുതം. ഞാൻ ആ കാര്യം മറന്നുപോയി മോനെ. പക്ഷെ ഒരു കുട്ടിയെ പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത കൗതുകം തോന്നി. ആ പാട്ട് പിന്നെ ഞാൻ എവിടെയും പാടിയിട്ടില്ല. KT സത്താർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് എന്നും മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ എന്താ? നിരാശപ്പെടുത്തുന്ന പാട്ട് പാടി സദസ്സിനെ നിരാശപ്പെടുത്തരുതെന്ന CH പഠിപ്പിച്ചത്. പ്രതീക്ഷ കൊടുക്കണം. അതിനെ നമ്മൾ കോളേജ് സ്ഥാപനം ഇതൊക്കെ തുടങ്ങിയത്. അങ്ങനെയാണ് നമ്മൾ ഈ നാട്ടിൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത്. ലീഗിന് ഇതിലൊക്കെ ഒരു പങ്കുണ്ട്. റോഡ്, തോട്, പാലം, കടവ്, പെൻഷൻ. ഇത് മാത്രല്ല, കരിപ്പൂർ എയർപോർട്ട്, ഒരു ദിവസം സമദാനി, പിറ്റേ ദിവസം നായശല്യം, പിറ്റേ ദിവസം ഏക സിവിൽ കോഡ്. ഇതിലെല്ലാം ഇടപെടുക. എന്നിട്ട് മെമ്മോറാണ്ടം കൊടുക്കുക. ഇനിയിപ്പോ ഈ പിടിച്ചുണ്ടായ ആൾക്കാരെ ജാമ്യത്തിലിറക്കുക എങ്ങനെ? എന്തേ നിർത്താം. ജാമ്യത്തിലിറക്കുക എങ്ങനെ? കോടതി പോവും അല്ലേ? ഇപ്പൊ ഈ പിടിച്ചുണ്ടായാൽ എങ്ങനെ ഇറക്കുക? ജാമ്യത്തിൽ പോവും. ജാമ്യം എന്താ? കോടതി. പിന്നെന്തിനാ വാളെടുത്തത്? എന്തിനാ പിന്നെ ജിഹാദ് അറിഞ്ഞത്? എന്തിനാ പിന്നെ പോക്കിരിത്തരം? നമ്മളും പറഞ്ഞത് അതല്ലേ. ഹൈക്കോടതി വിട്ടാല് തിരുവനന്തപുരത്തെ കോടതി ഒരാളെ വെറുതെ വിട്ടുവിട്ട നമ്മളെ ശത്രുവിനെ. എന്താ അടുത്ത പരിപാടി? ആശേ ഹൈക്കോടതി പോവും. ഹൈക്കോടതി വെറുതെ വിട്ടാലോ? സുപ്രീം കോടതി വിട്ടാലോ? അള്ളാന്റെ കോടതി. അതാ വിശ്വാസി. അതാ വിശ്വാസി. നമ്മളാണോ ഇത് കൈകാര്യം ചെയ്യേണ്ടത്? ആരംഭ റസൂലുള്ളാഹിനെ മോശമായി എഴുതിയോനെ പിന്നെ കൈവട്ടൽ ആരാ പറഞ്ഞത്? ഇനി വെട്ടുകയാണെങ്കിൽ തന്നെ ഇവരോട് വെട്ടാൻ ആര് പറഞ്ഞു? അത് ദീന, അത് ഇസ്ലാമാ? അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കൊല്ലാൻ വന്നിരുന്ന ആളുണ്ടല്ലോ. ആര്? നബിനെ. ആര്? ഉമർ. ആ ഉമർ കൊല്ലാൻ വരുമ്പോ എന്ത് ചെയ്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താ നബി ചെയ്തത്? നബി ദ്വാരക്കായിരുന്നടാ. നബി ദ്വാരക്കായിരുന്നു മനുഷ്യ. ഉമർ ഇബ്നുൽ ഖത്താബ്, അംർ ഇബ്നുൽ ഹിശാം, രണ്ടാളൊരാളെ കൊണ്ട് നീ നിന്റെ ദീനിനെ ശക്തിപ്പെടുത്തണേ. അതാണ് നമ്മളിപ്പോ ഈ പ്രസംഗമൊക്കെ നടത്തുമ്പോഴും മോഡിനെയും പിണറായിനെയൊക്കെ പറയുമ്പോ വലിയ മിറ്റ് വെച്ച് പറയണം. എന്താ കാരണം? എന്താ ഈ വർത്താനത്തിന്റെ ഒക്കെ ലക്ഷ്യം? അദ്ദീനു അന്നസ്വീഹ, ഗുണകാംക്ഷയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നരേന്ദ്രമോദിക്ക് നല്ല ചിന്ത വരൂല എന്നാർക്കെങ്കിലും തോന്നുന്നുണ്ടാ? ബാബരി മസ്ജിദ് പൊളിക്കാൻ പോയ എനിക്ക് നല്ല ചിന്ത വന്നിക്കണ ചങ്ങായിമാരെ.
പൊളിക്കാൻ പോയവനക്ക് നല്ല ചിന്ത വന്നിക്കണ്. നബിനെ മോശാക്കി പുസ്തകം എഴുതിയവന് നല്ല ചിന്ത വന്നിക്കണ്. ഉമർ വരികയാണ് ആരെ കൊല്ലാൻ? വാളെടുത്ത് വരികയാണ്. വാളെടുത്ത് വരുമ്പോ ദാറുൽ അർഖമിലെ യോഗാണ്. ആരംഭ റസൂൽ അവിടെ ഇരിക്കുക. സ്വഹാബ കിറാം വാതിലിന്റെ ഇടയിൽ കൂടി നോക്കുമ്പോ കാണുന്നത് ഉമറിനെയാണ്. എവിടുക്കാ ഉമർ പാഞ്ഞു വരണെന്ന് നാട്ടിൽ ചോദ്യം ചെയ്തപ്പോ ആൾക്കാർ ചോദിച്ചു, എന്തേ ഇടക്ക് ചോദിച്ചപ്പോ പറഞ്ഞ ആ മുഹമ്മദിന്റെ ഒരു പുതിയ മതേറ്റ് വന്നിട്ട് തന്നെ ഉശീലുള്ള വർത്താനം, വാളേറ്റ് വരികയാണ്. അപ്പൊ ആൾക്കാർ ചോദിച്ചു, പോയത്തക്കാരാ എന്റെ പെങ്ങള് മുഹമ്മദിനെ കൊണ്ട് വിശ്വസിച്ചിക്കണ്, ആദ്യം അവൻ എന്റെ കുടിയും പേര് നേരാക്കണ, എന്നിട്ട് മതി ഇങ്ങോട്ട്. അത് കേട്ടപാട് എന്റെ പെങ്ങളാ, എന്നാ ഞാൻ ആദ്യം ഓളെ കഥ കഴിച്ചിട്ട് ഇനി മുഹമ്മദിന്റെ ഉള്ളു വയ്യാണ്. നേരെ പെങ്ങളെ പെരേക്കാണ്ട് ചെല്ലുമ്പോ ത്വാഹാ മാ അൻസൽനാ സൂറത്ത് ഇങ്ങനെ കേൾക്കുകയാണ്. എന്താ പാകിട്ട് കേട്ടപ്പാണ്ട് കൽബ് കുളിരാണ്. ഇങ്ങനെ നിന്ന വാള് തായത്തിക്കായി. നല്ല കുളിരുള്ള വർത്താനം കേട്ടപ്പോ ഉമർ ചോദിക്കുകയാണ്, അതെന്താണ്? ഇത് പരിശുദ്ധ ഖുർആനാണ്, ഒന്ന് കൈക്ക് തരുമോ? ലാ യമുസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ. ആത്മശുദ്ധി വരുത്താതെ അത് തൊടാൻ പറ്റില്ല. അതിനെന്താ പണി? അത് അല്ലല്ലാതെ പഠിച്ചല്ല, മുഹമ്മദ് നബി റസൂലാണ്, ഇത്ര മാത്രമേ ഉള്ളൂ. എവിടുന്ന കിട്ടുക? നബിരെടുത്ത് വരുന്നത് പറഞ്ഞാൽ മതി. എവിടെ മൂപ്പര്? ദാറുൽ അർഖമിൽ പൊയ്യോക്കല്ലേ, പൊയ്യോക്കി. പക്ഷെ സാബികള് ബേജാറായി, വാളേറ്റിരിക്കണേ, കൊല്ലാന്ന് അതുവരെ പറഞ്ഞിരുന്ന ആളാണേ. വേഗം തുറന്നു കൊടുക്കുമല്ലോ, തുറക്കണ്ട നബിയെന്ന്. എന്റെ മുത്ത് നബി എന്താ പറഞ്ഞറിയാം? ഇപ്പൊ വന്നത് എന്തിനാ ഞാൻ ഒന്ന് അറിയട്ടെ. പഠിച്ചോളിയടാ, പഠിച്ചോളി. ഇപ്പൊ വന്നത് ഞാൻ എന്തിനാന്നൊന്ന് അറിയട്ടെ. ആ വാളവിടെ ഇട്ടിട്ട് കെട്ടിന്റെ പിടിച്ചിട്ട്, റസൂലേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഞാൻ പറയലുണ്ട്, അന്ന് ക്യാമറയും വാട്സപ്പും മൊബൈലും ഇല്ലാഞ്ഞത് നന്നായി. കാരണം അത് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ വിട്ടിട്ടുണ്ടാവും ഓരോരുത്തർ. ഉമർ വിശ്വസിക്കേ? പയത് നോക്കി നിങ്ങള് CD അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ വയലും സ്ഥലത്തൊക്കെ അതാണല്ലോ ക്ലിപ്പ് കാണിക്കല്. ഇപ്പൊ ഉമർ ദീൻ വിശ്വസിച്ചു എന്ന് പറയുമ്പോ പറയും, ഉമർക്ക് എങ്ങനെ വിശ്വസിക്കാം? ഉമർ പായണ രംഗം അതല്ലേ തന്നെ കാണിക്കൂ. അന്ന് വാട്സപ്പ് ഇല്ലാഞ്ഞത് നന്നായി, അന്ന് മൊബൈൽ ഇല്ലാഞ്ഞത് നന്നായി, അന്ന് CD ഇല്ലാഞ്ഞത് നന്നായി. നമ്മൾ പഠിക്കണം. ലീഗ് ആയതുകൊണ്ട് അതൊക്കെ പറയുന്നത്. രണ്ടും നോക്കണം നമ്മള്. മതവും നോക്കണം, ഇതും നോക്കണം, ഭൗതികവും നോക്കണം. കലത്തപ്പത്തിന് തീയിട്ടായി ഞങ്ങൾ അടിയിലും മുകളിലും ചൂടാ. ഞങ്ങൾ കുറച്ച് മതപരമായ കാര്യം എടുത്ത അപ്പൊ പറയും വർഗീയം. എന്നാ ഞങ്ങൾ ഒരു 2 പാട്ടുണ്ട് വെച്ച അപ്പൊ പറയും ഇതാ മതത്തിൽ നിന്ന് പോണേന്ന്. ഞങ്ങൾ കലത്തപ്പത്തിന് തീയിട്ട വൈക. എന്നിട്ട് 2 ഒത്തു പോണ്ടേ? യാതണ്ട് വന്നാ അപ്പൊ 2 പടക്കം പൊട്ടിക്കണ്ടേ? അതൊരു രസം. അതിന്റെ കാര്യങ്ങൾ അങ്ങനെ പോവും. അല്ലാത്തത് ആ രീതിയിൽ പോവും. എന്നാ ചർച്ച വരുമ്പോഴോ വഖഫ് ഇടപെടുകയാണ്. അറിയോ? വഖഫ് ഇടപെടുകയാണ്. അതുപോലെ തന്നെ ഏക സിവിൽ കോഡ് ഇടപെടുകയാണ്. മുത്തലാഖ് ഇടപെടുകയാണ്. ഹിജാബ് ഇടപെടുകയാണ്. കരിപ്പൂർ എയർപോർട്ട് ഇടപെടുകയാണ്. മുനവർ തങ്ങൾ കൊടുത്ത പരാതി എന്താ? നവംബറിൽ ഹജ്ജിന്റെ അപേക്ഷ സ്വീകരിക്കേണ്ടതായിരുന്നു. എന്താ സ്വീകരിക്കാതെ പോണ്? ആർക്കതിന് സമയം? ആർക്കത് പറയാൻ നേരം? എല്ലാരും ഓരോ ലക്ഷ്യത്തിലാ. നിങ്ങള് ഈ നാടിന്റെ ഗതി മനസ്സിലാക്കണം. മോഡിക്കൊറ്റ നീയത്തുള്ളൂ. ഇത് 2023 മക്കളെ. അയാളെ നീയത്ത് 2024 നവംബർ 14 അന്നാണ് RSSന് 100 വയസ്സ് തികയുന്ന ദിവസം. അന്ന് ഈ രാജ്യത്തെ മറ്റൊരു രാഷ്ട്രമാക്കി കൊടുക്കാം എന്ന് ഉറപ്പുകൊടുത്തതാണ്. അതിനുള്ള പണി മാത്രം. അതിൽ ഡീസൽ പെട്രോളിന് വില കൂടിയ ഒരു വിലയ്ക്ക് അയാൾക്കില്ല. ഗ്യാസ് സിലിണ്ടറിന് 1000 കൂടിയാലോ അതും അയാൾക്ക് പ്രശ്നമില്ല. എന്താ വില? ഞാൻ വില വരച്ചിലില്ല ഡീസലിന്റെയും പെട്രോളിന്റെയും. കാരണം പറയണേലടക്ക് ഇയാൾ കൂട്ടുകയാണ്. എവിടെങ്കിലും നിർത്തണ്ടേ? എന്നാലല്ലേ ഇത്രയെന്ന് പറയാൻ പറ്റും. എന്റെ നാട്ടിലൊരു ചങ്ങായി ബൈക്കുമ്പോ പോകുമ്പോ എന്നും 100 റുപ്യക്ക് അടിക്കുക. 100 റുപ്യക്ക് അടിക്കുക എണ്ണ പെട്രോള്. ഒരു സെന്റ് മോട്ടർ കൊടുന്നാണ്ട്, സ്കൂട്ടർ കൊടുന്നാണ്ട് മെക്കാനിക്കലിനെ കാണിച്ചിട്ട് പറയണം ഇത് മൈലേജ് ഇല്ല, അത് ചെയ്തെടുത്താണ്. ഇത് മൈലേജ് ഇല്ല, എനിക്ക് വേണ്ട. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ എന്നും 100 റുപ്യക്ക് അടിക്കും. എന്നാ കുറച്ചാണ്ട് പോകും അവിടെ. പിന്നല്ല പഴയമാതിരി മുന്നോട്ട് പോകണില്ല. അതെന്താ കാരണം? 100 റുപ്യക്ക് ആദ്യം 200 ലിറ്റർ ഇട്ട് ഇപ്പൊ 150 ഇട്ടു. അതിന് പിറ്റേത് 100 ഇട്ടു, പിന്നെ 25. അങ്ങനെയാണ് അളവ് കുറയണ്ടേ? 100 റുപ്യക്ക് ഇയാൾ അടിക്കുള്ളൂ. 100 റുപ്യക്ക് അടിക്കുമ്പോ ഒരു ദിവസം ഒരു 100 മില്ലി ലിറ്റർ കിട്ടും. പിറ്റേ ദിവസം എത്ര ഇട്ട? 100 റുപ്യക്ക് കുറക്കുകയാണ്.
ഡീസൽ പെട്രോളിന് കുറയും എന്നുള്ളതൊരു വിശ്വാസവും കൂട്ടലൊരു ആചാരവുമായി മാറിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. ഇയാൾക്ക് എന്താണ് ഗ്യാസ് സിലിണ്ടറിന് വില കൂടി ഒന്നുമില്ല. ഇനി വിവാഹപ്രായം 21 210 ആക്കിയാലോ അത് പെണ്ണും പെരിച്ചായില്ലാത്തൊരു മുതലല്ല. അയാൾക്ക് എന്തോ വിലക്കേന്ന്, അയാൾക്കൊന്നുമില്ല. ഇവിടെ മോഡിക്കോ, ഇവിടെ നരേന്ദ്ര, ഇവിടെ പിണറായിക്കോ ഇയാൾക്ക് ലക്ഷ്യം എന്താ പറയുക? മതനിരാസം, കമ്മ്യൂണിസം നടപ്പിലാക്കണം. അരി തരാത്ത, തുണി തരാത്ത, പണി തരാത്ത ആ മുദ്രാവാക്യമൊക്കെ പോയി. ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളിലുള്ളത് മനുഷ്യ രക്തം. ഞാൻ ഹിന്ദു അല്ല, മുസ്ലിം അല്ല, ക്രിസ്ത്യാനിയല്ല, ഞാൻ ഒരു മനുഷ്യൻ. അങ്ങനെ പറയണം. അപ്പൊ എന്താ ലാഭം? ഇസ്ലാം, മുസ്ലിം, ഹിന്ദു, ഹൈന്ദവത, ക്രിസ്ത്യൻ ആ ചിന്തയൊക്കെ മാറി ഞാൻ ഒരു മനുഷ്യനാണ്. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളത് മനുഷ്യ രക്തം. പിന്നെ കഠാര നെഞ്ചിലിറക്കുമ്പോ, കഠോര വേദന വിങ്ങുമ്പോ അയ്യോ എന്ന് വിളിക്കാതെ, അമ്മേ എന്ന് പറയാതെ, ഓം കാരം മുഴക്കാതെ, ലാ ഇലാഹ പാടാതെ ഇൻഖിലാബ് വിളിക്കണമേ. കണ്ടോ? ഇൻഖിലാബ് വിളിക്കാം. അത് വലിയ ദർജയുള്ള കലിമത്താണത്. ഇൻഖിലാബ് കണ്ടോ? പറയാണ് മതമല്ല, മതമല്ല, മതമല്ല പ്രശ്നം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം. അത് സ്പീഡാക്കണമെങ്കിൽ എന്ത് വേണോ? പെറ്റ തള്ളല്ല, കൂട്ടുകുടുംബമില്ല എന്ന് തോന്നണമെങ്കിൽ തോന്നിയ പോലത്തെ കല്യാണം നടക്കണം. അതാണല്ലോ പാർട്ടി ഓഫീസിൽ വെച്ച് നടക്കണ്. ജാതി മതം മാറി കല്യാണം. ബാലഗോപാലി വേദിയിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ അറിയണം, ഒരു ഹൈന്ദവ സുഹൃത്തും ആഗ്രഹിക്കുന്നില്ല മുസ്ലിം സമുദായത്തിൽ നിന്ന് എന്റെ മോളെ കെട്ടിക്കണം എന്ന്. അവർക്ക് അവരുടെ ആചാരം അതിപ്രധാനല്ലേ? അത് നടത്തുമ്പോൾ എന്തൊരു സന്തോഷം ഉണ്ടാവും. നമ്മളെ കയ്യിൽ കൂടലില്ലേ? അവനവന്റെ ആചാരം അനുസരിച്ച് പൂജ, പൂജാരി, നിറപറ, നിലവിളക്ക്. നമ്മളെ സമൂഹ വിവാഹം പോലും ലീഗ് നടത്തുന്നുണ്ട്. KMCCയുടെ 10 കുട്ടികളെ കെട്ടിക്കുമ്പോ 3 കുട്ടികളെ ഹൈന്ദവ കുട്ടികളെ തെരഞ്ഞെടുക്കുമ്പോ പാണക്കാട്ട തങ്ങള് ഇപ്പുറത്ത് നിക്കായിനിരിക്കുമ്പോ വലിയ വരൻ, ഈജാബ്, ഖബൂൽ, സവ്വജ്തുക വഅൻകഹതുക, നീതിമാന്മാരായ സാക്ഷികൾ. ഇവിടെ മേൽശാന്തി, ശബരിമല മേൽശാന്തി കാർമ്മികത്വം വഹിച്ചിട്ട് ലീഗിന്റെ വേദിയിൽ ലക്കും ദീനുക്കും വലിയ ദീൻ, അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ മതം. ഒരു മുസ്ലിം തള്ളയും ആഗ്രഹിക്കുന്നില്ല എന്റെ പെൺകുട്ടിനെ ഹൈന്ദവ സമൂഹത്തിൽ ഒരുത്തൻ കല്യാണം കഴിക്കണം എന്ന്. എന്നാ സക്കരി ആലോചിക്കണുണ്ട്. സാനു, സഖാവ് സാനു കല്യാണം കഴിക്കുകയാണ്. ഗൗതമോ ഈദേ പേര് പറഞ്ഞു. ആരാ മഹർ എടുത്തോർത്തിന്ന് അറിയാം? ചുവന്ന മഹർ ജലീലാക്ക. കെട്ടി ജലീൽ മലപ്പുറത്തിന്റെ സുൽത്താനാ. മലപ്പുറത്തിന്റെ സുൽത്താനാണ് മാല എടുത്തോർക്കുന്നത്. ആരാർപ്പണം? ചുവന്ന മാല. എന്നിട്ട് 3 വട്ടം ഇൻക്ലാബ്, ഇൻക്ലാബ്, ഇൻക്ലാബ് സിന്ദാബാദ് ലേലാണ്ട് ഉറപ്പിച്ചു. അങ്ങനെ ജീവിതം കഴിഞ്ഞ്. ഇത് ഒന്നാണെങ്കിൽ തിരക്കിടില്ല. വീട് വിട്ട് ചാടി വരുന്ന മക്കളെ മുഴുവൻ ഓഫീസിൽ കണ്ട് കൊണ്ടുപോവുക. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വരും. ഞങ്ങൾക്കൊക്കെ വിളിയറിലുണ്ട്. ഇവിടെ ഉണ്ട് നിങ്ങളെ നാട്ടിലൊരു പെൺകുട്ടി വന്നിട്ട്. ആ എന്താ സാറേ വിഷയം? നിങ്ങളിവിടെ വരും, ബാക്കി നമുക്ക് പിന്നെ പറയാ. ചെന്നാലോ? ചെന്നാ കാണാ അപ്പുറത്ത് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, അപ്പുറത്തൊരു മുസ്ലിം ചെറുപ്പക്കാരി. രണ്ടും 2 വ്യത്യാസത്തിലാ. ഇവൾക്ക് ആനയും കുതിരയും ഒക്കെ ഉണ്ട്. അവനക്കൊരു ചേനയില്ല, ചേമ്പും ഇല്ല പെരയിൽ. എന്ത് ചെയ്യും? മഹല്ല് സെക്രട്ടറി ഒക്കെ പറയുന്നത് എന്താ അറിയാ? സമുദായം ഒന്നും 2 അല്ലല്ലോ, നമുക്ക് നടത്തി കൊടുക്കുക, പോക്കരാക്ക, അങ്ങനെ ഹലാലാക്കി കൊടുക്കല. നിവർത്തില്ല. ഈ പ്രേമത്തിന് കണ്ണും മൂക്കൊന്നും ഇല്ലല്ലോ. ഈ കല്യാണമൊക്കെ നമ്മളെ നാടൻ ശൈലി, നാട്ടാ പഴയ പൂക്ക് ഇങ്ങനെ പോകണം. പ്രേമം എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ മേഡ് ഇൻ ചൈനയാണ് സാധനം. മേഡ് ഇൻ ചൈനയാണ്. എൻ്റെ വാച്ച് മേഡ് ഇൻ ജപ്പാനാണ്. എൻ്റെ മൊബൈൽ മേഡ് ഇൻ തായ്വാനാണ്. അതുകൊണ്ടാണ് ഈ പ്രേമുണ്ടല്ലോ, ലവ്, അത് മേഡ് ഇൻ ചൈനയാണ്. ചൈനയുടെ സാധനത്തിന്റെ പ്രത്യേകത എന്താ അറിയാം? കുറഞ്ഞ വിലക്ക് സാധനം കിട്ടും, അധികകാലം നിൽക്കൂല. അതാണ് ഈ മേഡ് ഇൻ ചൈന. നോ ഗ്യാരണ്ടി, നോ വാറണ്ടി, ഒരു പിടുത്തമില്ല, എപ്പോഴും തീരുവത്. അതാണ്. അങ്ങനെയുള്ള കല്യാണത്തിൽ മുഴുക്കെ ഇങ്ങനെയുള്ള കല്യാണം മാതൃകയാക്കണമെന്ന് ജലീൽ പ്രസംഗിക്കുക. അപ്പൊ എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഗ്രഹം? എന്താ? ജാതിയും മതത്തിന്റെ അതിർവരമ്പ് പൊട്ടിച്ചെഴുതണം, ഓലെ സഹായിക്കുക. ഈ SDPI-യും PFI-യും ഇവരൊക്കെ വാർഡാന്തരം അവര് മത്സരിക്കുന്നിടത്ത് വളരെ തന്ത്രപരമായ അഡ്ജസ്റ്റ്മെന്റ്. അതിൽ BJP ഉണ്ട്. അതാണ് നമ്മൾ സാമ്പാർ മുന്നണി. സാമ്പാർ എങ്ങനെ ഇവർ രണ്ടും കൂടി വെക്കണം? ഈ SDPI-യും BJP-യും കൂടി ഒരു ചട്ടിയിൽ എങ്ങനെ ഇടുന്നു? ഈ സാമ്പാറിൽ ബാലഗോപാൽ നല്ല പച്ചക്കറി കഷ്ണം ഉണ്ടാവും,
പക്ഷെ ഇതിൽ കോഴിമുട്ട അടക്കണ്ടെന്ന്. കോഴിമുട്ട അടക്കട്ടെന്ന്. കോഴിമുട്ടിയിട്ട് ഇളക്കുക. കോഴിമുട്ട എന്നോ പച്ചക്കറിയായത്. പരസ്പരം ചേരാത്തവർ ചേരുകയാണ് ലീഗിനെതിരെ. എന്നിട്ട് എന്താ നിങ്ങൾക്ക് നേടാനുള്ളത്? ഞങ്ങളെല്ലാരോടും മര്യാദക്കല്ലേ പെരുമാറുന്നത്? ഞങ്ങളൊരു പ്രശ്നത്തിന് പോണോരാ? മായദിനിയോട് ഈ വർത്താനൊക്കെ ഞങ്ങൾ പറഞ്ഞെങ്കിലും മായദിനി രോഗിയായി കിടന്നപ്പോ ഹൈദരലി തങ്ങൾ പോയി ദുആ ചെയ്തില്ല അദ്ദേഹത്തിന് വേണ്ടി? മുനവ്വർ തങ്ങൾ പോയില്ലേ? പ്രിയപ്പെട്ട ഈട്ടിയെ തോൽപ്പിക്കാനാ പൊന്നാനി. ആ ഈട്ടി പോയില്ലേ? ആ ഈട്ടി അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചില്ലേ? ഞങ്ങളെ രാഷ്ട്രീയം നിങ്ങൾ പഠിക്കണം. ചിലർ പറയും ഞങ്ങൾ അങ്ങോട്ട് സഹായിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് സഹായിക്കും. ചിലർ പറയും ഞങ്ങൾ ഇങ്ങോട്ട് ദ്രോഹിച്ചാൽ 51 തവണ ദ്രോഹിക്കും. എന്റെ പാർട്ടി ലീഗിന്റെ നിലപാടെന്താ അറിയോ? ഇങ്ങോട്ട് ദ്രോഹിച്ചാലും അങ്ങോട്ട് സഹായിക്കും എന്ന് പറയുന്ന പാർട്ടിയാണ്. എത്ര നല്ല ഇതിലേ. ദേശാഭിമാനി ഒരു കാലത്ത് നിരോധിച്ചപ്പോ പുനഃപ്രസിദ്ധീകരിക്കുന്നു എന്നുള്ള പരസ്യം ഏറെ നൽകിയത് ചന്ദ്രികയില്. മാത്രല്ല CH ഉള്ള കാലത്ത് ദേശാഭിമാനി പത്രാധിപർ ഇന്ദുചൂടൻ ഒരു കത്ത് കൊടുത്തയക്കും. എന്താണ് ആ കത്തിൽ? പ്രിയപ്പെട്ട CH, ഞങ്ങളുടെ ദേശാഭിമാനിയുടെ ഓഫീസിൽ സാ തീർന്നിരിക്കുന്നു, കുറച്ചു സാ കൊടുത്തയക്കുക. സഖാവ് കൃഷ്ണപിള്ള, സഖാവ് നായനാർ, സഖാവ് EMS എഴുതി സാ എന്ന അക്ഷരം ഹർഫ് തീർന്നുപോയി, അത് കുറച്ച് കൊടുത്തയക്കുക. CH അല്ലേ മുതല്? CH സാ എന്ന അക്ഷരം പെറുക്കിയിട്ടൊരു പൊതിയിലാക്കി വന്നവന്റെ കയ്യിൽ കൂടെ ഒരു കത്തും. പ്രിയപ്പെട്ട ഇന്ദുചൂടൻ, അങ്ങ് പറഞ്ഞതനുസരിച്ച് ദേശാഭിമാനിയുടെ ഓഫീസിലേക്ക് ഞങ്ങൾ ഇതാ കുറച്ച് സാ ചന്ദ്രികയുടെ ഓഫീസിൽ നിന്ന് കൊടുത്തയക്കുന്നു. ഇതിന് പകരമായി ഞങ്ങളുടെ ഓഫീസിലേക്ക് കുറച്ച് ജാ കൊടുത്തയക്കുക. ജനാബ് ബാഫക്കി തങ്ങൾ, ജനാബ് പൂക്കോയ തങ്ങൾ, ജനാബ് ചാക്കീരി അഹമ്മദ് കുട്ടി സാഹിബ് എന്ന് എഴുതി ഇവിടെ കുറച്ച് ജീമിന്റെ കുറവുണ്ടായിരുന്നു. ഞമ്മക്ക് അത്ര നല്ല സ്വഭാവം, എന്ത് നല്ല മാന്യത അറിയോ? പെരിന്തൽമണ്ണയിലേക്ക് ബൈത്തുറാമ നോക്കാൻ പോയതാണ് എന്റെ സ്വാദിക്കലി തങ്ങളും അമീദ് മാഷും. തിരിച്ചു വരുമ്പോ ബ്ലോക്കിൽ പൊട്ടപ്പൊക്കെ നോക്കുമ്പോണ്ട് ഒരു പെര ഫുള്ള് ഫ്ലക്സ്, SKSFന്റെ ഫ്ലക്സ്, SSFന്റെ ഫ്ലക്സ്, SDPIയുടെ ഫ്ലക്സ്, വെൽഫെയർ പാർട്ടിയുടെ ഫ്ലക്സ്, DYFIയുടെ ഫ്ലക്സ്, യൂത്ത് ലീഗിന്റെ. ഇതൊക്കെ കാക്ക കൂട് കൂട്ടുന്ന പോലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ സദാനന്ദൻ ഒരു കൂട്ടി കൊണ്ടുവന്നിട്ട് പെരണ്ടാക്കിയതാണ്. ഡൈനിങ് ഹാൾക്ക് നോക്കുമ്പോഴും ഫ്ലക്സ്, മേൽക്കൂര ഫ്ലക്സ്. ഓട്ടോറിക്ഷ ഡ്രൈവർ, CIT യൂണിയൻ നേതാവ് അവിടെ ഇറങ്ങി. തങ്ങള് കാറിൽ ഇറങ്ങി. ആരെ വീടായി? സഖാവ് സദാനന്ദന്റെ പെരയാണ്. സഖാവല്ലേ, തിരിച്ചു പോന്നില്ല. ഇത് പാർട്ടി വേറെടാ, ഇത് പാർട്ടി വേറെ. എന്താ തീരുമാനിച്ചറിയാം അമിത് മാഷേ? അത് കൊടുക്കണതിന് മുമ്പ് ഇത് കൊടുക്കണം. ലീഗുകാരന്റെ പെര നോക്കാൻ പോയതാ. ലീഗുകാരന്റെ പെര നോക്കാൻ പോയോ അവിടെ ഇറങ്ങിയിട്ട് ആദ്യം കൊടുക്കേണ്ടത് ഇതാൻ തീരുമാനിച്ചു. ഞാൻ അതിന്റെ താക്കോൽദാന ചടങ്ങിന് പോയതാ സദാനന്ദന്റെ. അറിയണം, നിങ്ങൾ മുസ്ലിം ലീഗിന്റെ ഓഫീസ് അവിടെ തകർക്കുക. നിങ്ങൾ മുസ്ലിം ലീഗിന്റെ കാന്തപുരത്തിന് കിട്ടിയ വോട്ട്, മുസ്ലിം ലീഗിന്റെ നജീബ് കാന്തപുരത്തിന് കിട്ടിയ വോട്ട് കുറക്കാൻ വേണ്ടി ഒക്കെയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഇത് കാഞ്ഞ വളവന്മാരാ. അല്ലെങ്കിൽ അപ്പ ആ പൊട്ടിയൊക്കെ പൊട്ടിക്കാൻ പാടണ്ടേ ഈ കോടതി വരുന്ന നേരത്ത്? മക്കളെ നിങ്ങൾക്കൊക്കെ കഷ്ടകാല, സ്വപ്നം ഒരു വൈക്കൂടിയ, അതാ EP ജയരാജൻ വേറെ വൈക്കൂടിയ, ഒക്കെ പാടാകെ മൊത്തം പാകെ കുത്തുബൈത്തിലെ ചാറുകാരനില്ലേ, എവിടുന്നൊരു പിടുത്തം കിട്ടണില്ല. എല്ലാം പ്രശ്ന, എല്ലാം ആകെ കുഴഞ്ഞു പറഞ്ഞ്. പിണറായി വേറൊരു കോലത്തില്, ഇയാള് വേറൊരു കോലത്തില്, ആകെ ഇപ്പൊ KV തോമസിനൊക്കെ ഇവിടുന്ന് ആണ്ട് കൊണ്ടുപോവുകയാണ്. അതെന്ത്? ആ പാവം പരമാവധി ഇവിടുന്ന് അനുഭവിച്ചതാണ്. ഈ കുറച്ചാണ്ട് കൊണ്ടുപോയിട്ട് അവിടെ കുറച്ചാണ്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് നമുക്കൊക്കെ അറിയാം. അപ്പൊ ആ ജലീലിനെ കണ്ടില്ല, ഒന്നും അല്ലാതാക്കിയില്ല. ഇപ്പൊ ജലീലിന്റെ സ്ഥിതി എന്താണ്? ജലീലിന് ഒരു മര്യാദക്കാരി ഒരു മെമ്പർഷിപ്പ് തന്നെ കൊടുക്കുന്നുണ്ട്. മെമ്പർഷിപ്പ് കൊടുത്തില്ല ജലീലിന്. ആരോ നാളെ ജലീലിനോട് പറഞ്ഞ അന്നതീന്ന് പുറത്താക്കുന്നു. പുറത്താണെങ്കിൽ അതിന്റെ അവസ്ഥാകണ്ട ആദ്യം. അത് ഏതുപോലെ MVI ബൈക്കിന് കയ്യാണിച്ചു, കാറിന് കയ്യാണിച്ചു. അത് MVI ഇറങ്ങാൻ വിടുന്ന ലൈസൻസ് ഞാൻ റദ്ദ് ചെയ്യുന്നുണ്ട്. ആരോട്? ഡ്രൈവറോട്. ഓ മരനെ ചിറി. അപ്പൊ MVI ചോദിച്ചു, ഇജെന്താ ഭ്രാന്തന, ഇജെന്തങ്ങനെ ചിരിച്ചിരുന്നു? അല്ല ഒന്നുമല്ല, ഇല്ലാത്ത സാധനം എങ്ങനെ റദ്ദാക്കുക? ഓനക്ക് ലൈസൻസ് ഇല്ല, അതാ രസം. എങ്ങനെ പിന്നെ റദ്ദാക്കുക? പാവം.
ജലീല് കണ്ടില്ലേ, നമ്മളെ ശശികല ടീച്ചർ പറഞ്ഞില്ലേ, ജലീൽ എന്തൊരു വർത്താനം പറയാൻ നീച്ചപ്പോ എന്താ പറഞ്ഞ്, ഈ ചങ്ങായി പഠിച്ചോ നമുക്ക് പണിയാക്കുവോന്ന്. കണ്ടില്ലേ, വെറുത്തിക്കണ്, ബ്രാഞ്ചില് വെറുത്ത്, ലോക്കലില് വെറുത്ത്, ഇപ്പൊ ആർക്കും വേണ്ട. മറ്റേതല്ലേ ഇന്ത്യ ആളായിരുന്നു അവന്. PDP അറിയാം ഞങ്ങളെ മന്ത്രിയാ പോകണം, SDPI ഓല് എന്തോ എവിടുക്കാ ചെയ്ത് തന്നെ ഓല് കൊടുത്തല്ലേ, ഓല് അറിയാം ഞങ്ങളെ മന്ത്രിയാണോ പോണത്, നിങ്ങളെ ശത്രുവാണോ പോണത്. ഓല മന്ത്രിയായിരുന്നു. ചിലർക്ക് PDP, ചിലർ INL, ചിലര് ഒരു പാർട്ടിയും ഇല്ല, SLV സ്ഥിര ലീഗ് വിരോധി. അതെങ്ങനെ പൂച്ച മേത്ത് കിട്ടമാതിരി എങ്ങനെ വീണാലും നഖം മോന്തമ്മക്കായിട്ടൊരു സൈസ്, പ്രത്യേകിച്ച് പാർട്ടിയൊന്നുമില്ല, എന്നാലോ ലീഗിനെതിരെ അങ്ങോട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ കുറച്ച് ആൾക്കാർ